السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك عليه وعلى آله. يا صاحب الوقت أخطب بكم نيابة عنكم وأضع جبهتي تحت قدميكم. اللهم صل وسلم وبارك عليه وعلى آله. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ കൃത്യമായ വിശ്വാസങ്ങൾക്കെതിരെ പലപ്പോഴും പുത്തൻവാദികൾ കടന്നു വരുന്നു. വഹാബികളും മൗദൂദികളും യുക്തിവാദികളും നിരീശ്വരവാദികളും കള്ളത്തുരീഖത്തുകാരുമൊക്കെ അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ആദർശത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കാറുണ്ട്. അവരുടെ കൂട്ടത്തിൽ വളരെ കൂടുതൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ആദർശത്തിനെതിരെ കടന്നുകയറ്റം നടത്താൻ ശ്രമിക്കുന്ന ഒരു വിഭാഗമാണ് കുരുവട്ടൂരികൾ എന്ന് പറയുന്നത്. അവർ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത് എത്ര വലിയ വലിയ അബദ്ധങ്ങളാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതാണല്ലോ. കുരുവട്ടൂരികൾ ഇവിടെ കൊണ്ടുവന്ന കുഫറിൻ്റെ ആശയങ്ങൾ, ഇമാമുകളുടെ പേരിൽ അവർ പച്ചക്കളവ് പറഞ്ഞ നിരവധി കാര്യങ്ങൾ, അതിനൊക്കെ നമ്മൾ ഇമാമുകളുടെ കിതാബിൽ നിന്ന് ഉദ്ധരണി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ അത് കൊണ്ടുവന്നിട്ടില്ല. പലപ്പോഴും കിതാബ് നസ്വീഹത്തുൽ ലബീബിൻ്റെ കയ്യെഴുത്ത് പ്രതി കൊണ്ടുവരുമെന്ന് വെല്ലുവിളിയുടെ സ്വഭാവത്തിൽ ഞങ്ങളുടെ മശായിഖന്മാർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞ് കൊളത്തൂരിൽ വെച്ചുകൊണ്ട് നടത്തിയ വെല്ലുവിളി ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ആ കിതാബ് എന്നിവരെ കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ ഇവന്മാർ പറഞ്ഞ കളവുകൾ, അബദ്ധങ്ങൾ, അത് ഇമാമുകളുടെ പേര് ചേർത്തി, അതുപോലെ തന്നെ അവരുടെ കിതാബ് വായിച്ച് ആ കിതാബിൽ ഇല്ലാത്തത് അർത്ഥം പറഞ്ഞ്, അല്ലെങ്കിൽ ചില ഭാഗം മൂടി വെച്ച് അതിനർത്ഥം പറയാതെ അപ്പുറം അർത്ഥം പറഞ്ഞ് മഹാന്മാരായ ഔലിയായിനെ പരിഹസിക്കുകയും അവരെ നിന്ദിക്കുകയും ചെയ്ത ഈ കുരുവട്ടൂരികളോട് അതിൻ്റെയൊക്കെ തെളിവ് നമ്മൾ ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അബുൽ അലമീൻ, അബുൽ ഇൽമൈൻ എന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനനാമവുമായി ബന്ധപ്പെട്ട ചർച്ച വളരെ വ്യക്തമായി നമ്മൾ ഇവിടെ അത് പറഞ്ഞു കഴിഞ്ഞു. കിതാബുമായി ചെറിയ ബന്ധമുള്ളവർക്കെല്ലാം അത് മനസ്സിലായി. ഷെയ്ഖ് റിഫായി തങ്ങളുടെ സ്ഥാനപ്പേര് അത് അബുൽ ഇൽമൈൻ എന്ന് വായിക്കുന്നതിൽ തടസ്സമില്ല, അങ്ങനെ വായിക്കാവുന്നതാണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ വിശദീകരിച്ചു. അത് കിതാബ് മനസ്സിലാകുന്നവർക്കൊക്കെ മനസ്സിലായി. പക്ഷേ ഈ മൗലവി പറഞ്ഞു പെട്ടത് വലിയ അബദ്ധമാണ്. നമ്മുടെ ഉലമാ കൃത്യമായിട്ട് പറഞ്ഞു വെച്ച ഒരു കാര്യം അത് വലിയ തെറ്റാണെന്നും അബദ്ധമാണെന്നും പരസ്യമായി വിളിച്ചു പറഞ്ഞ ഈ മൗലവിയോട് നമ്മൾ തുടക്കം മുതലേ ചോദിക്കുന്നുണ്ട്. നൗഷാദ് മൗലവി, താങ്കൾ ആ പറഞ്ഞ വാദത്തിന് അബുൽ ഇൽമൈനി എന്ന് വായിക്കുന്നത് തീർത്തും തെറ്റാണെന്നും അബദ്ധമാണെന്നും അങ്ങനെ വായിക്കാൻ പാടില്ലെന്നും ഏത് ഇമാമാണ് പറഞ്ഞിട്ടുള്ളത്? ആ ഇമാമിൻ്റെ ഉദ്ധരണി എവിടെ? ഇൻഷാ അല്ലാഹ് ഇന്ന് മൗലവി നടത്തിയ കിതാബുകളിൽ നടത്തിയ തിരിമറികൾ, വഞ്ചനകൾ, കബളിപ്പിക്കൽ, അതുപോലെ ദുർവ്യാഖ്യാനം തുടങ്ങി മൗലവി നടത്തിയ അനേകം കള്ളക്കളികളുണ്ട്. അതിൽ നിന്നും തെരഞ്ഞെടുത്ത 10 ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അതിൽപ്പെട്ട ഒന്നാണ് അബുൽ അലമൈനുമായി ബന്ധപ്പെട്ട്. അബുൽ അലമൈനുമായി ബന്ധപ്പെട്ട നമ്മുടെ ചർച്ച വളരെ പ്രസക്തമാണ്. അത് വളരെ കൃത്യമായിട്ട് ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലായി. ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് തങ്ങളുടെ അപ്പേര് അബുൽ ഇൽമൈനി എന്ന് വായിക്കുന്നത് യാതൊരു പ്രശ്നമില്ല എന്നും അങ്ങനെ വായിക്കരുത് എന്ന് ഒരു ഇമാമും പൗരാണികരായ ഒരു ഇമാമും പറഞ്ഞിട്ടില്ലെന്നും നമ്മൾ പറഞ്ഞു വെച്ചു. എന്നാൽ അത് വായിക്കാൻ പാടില്ല എന്ന് പൂർണ്ണമായും നിഷേധിക്കുന്ന മൗലവിമാർ, എന്തിനാ അവർ നിഷേധിക്കുന്നത്? അതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മഹാന്മാരായ ഔലിയാക്കൾക്ക് ശരീഅത്തിൻ്റെയും ത്വരീഖത്തിൻ്റെയും മുഴുവൻ ഉലൂമുകളും മേളിച്ചവരാണ് മശായിഖന്മാർ. അല്ലാത്ത ജാഹിലുകൾ കയറി വന്നിട്ട് ഞാൻ ഷെയ്ഖാണെന്ന് പറഞ്ഞ് ആളുകളെ പിഴപ്പിക്കുന്ന കക്ഷികളിൽപ്പെട്ടവരാണിവർ. അതുകൊണ്ട് തന്നെ ജാഹിലായ ഈ മൗലവിയുടെ കോമാട്ടുചാലിൽ അബ്ദുള്ളയടക്കമുള്ള കള്ളത്തൊരീഖത്തിൻ്റെ കക്ഷികൾ ഒരു വിവരവുമില്ലാതെ ശരീഅത്തിൻ്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യുകയും ഇവർ ചെയ്യുന്ന മുഴുവൻ തോന്നിവാസങ്ങൾക്കും ഔലിയാക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് ന്യായം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ
മഹാന്മാരായ ഔലിയാക്കൾ ശരീഅത്തിൽ അറിവുള്ള പണ്ഡിതന്മാരായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞത് അത് വളരെ വ്യക്തമായ ഷെയ്ഖ് റിഫായിലൂടെ നമ്മൾ കാണുകയാണ്. വൻതഹത്തി ഇലൈഹി ഉലൂമു ശരീഅത്തി വഫുനൂനുൽ ഖൗമി, ശരീഅത്തിൻ്റെയും ത്വരീഖത്തിൻ്റെയും ഇൽമടക്കമുള്ള സർവ്വ ഇൽമുകളും ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖിനോളം അറിയുന്നവർ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഏറ്റവും വലിയ ആലിമായിരുന്നു ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇൽമുള്ളവരാണ് റിഫായി ഷെയ്ഖ് എന്ന ഒരു സ്ഥാനപ്പേര് ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖിനെ സംബന്ധിച്ചിടത്തോളം വിളിക്കപ്പെടാൻ പാടില്ല. അത് ജനങ്ങൾ ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് അങ്ങനെ മനസ്സിലാക്കാൻ പാടില്ല എന്ന് തീർച്ചപ്പെടുത്തിയ ഈ മൗലവിമാർ അതിനെ നിഷേധിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ വിശദീകരണം കൃത്യമായിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? പൗരാണികരായ നമ്മുടെ അയിമ്മത്തുകൾ ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹു അടക്കമുള്ള നിരവധി ഇമാമുകൾ റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ മനാഖിബ് എഴുതിയിട്ടുണ്ട്. ആ മനാഖിബിൽ അവരൊക്കെ അബുൽ അലമൈനി അബുൽ ഇൽമൈനി എന്ന് വായിക്കാവുന്ന ഈ അലമുകൾ ലീ ലഖബലം ഉപയോഗിച്ചിട്ടുണ്ട്. ആ ലഖബലമിൽ എവിടെയും ആ ഇമാമുകളാരും ഇത് ഫതഹ് കൊണ്ടാണ് വായിക്കേണ്ടതെന്നോ കെസർ കൊണ്ടാണ് വായിക്കേണ്ടതെന്നോ അവിടെ ലോബത്ത് ചെയ്തിട്ടില്ല. പിന്നെ അതിൻ്റെ ശേഷമുള്ള അല്ലെങ്കിൽ അതിൻ്റെ മുമ്പുള്ള വിശദീകരണത്തിൽ നിന്നാണ് അവിടെ എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നതിലേക്കുള്ളൊരു സൂചന ലഭിക്കുന്നത്. എന്നാൽ ആധുനികരായ പല പണ്ഡിതന്മാരും ഇമാമുകളുടെ ആ കിതാബുകളെ നന്നായി പഠനം നടത്തി ഗവേഷണം നടത്തി അവർ എഴുതിയ അവരുടെ ആധുനികമായ രചനകളിൽ പല പണ്ഡിതന്മാരും കൃത്യമായിട്ട് ദബത്ത് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഖിതാമുൽ മിസ്കിൽ അദ്ഫറിൽ നാം കൃത്യമായിട്ട് അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടുവന്നത്. അവരെ ചില പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ അവിടെ ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹു ദബത്താക്കിയിട്ടില്ല. എന്നാൽ ഖിതാമുൽ മിസ്കിൽ അദ്ഫറിൽ അവിടെ ദബത്താക്കിയിട്ടുണ്ട്. അവിടെ ആലമൈനിയാണ് വായിക്കേണ്ടത്. എന്നാൽ ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇൽമുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്ന ഭാഗത്ത് അതിൻ്റെ മുഹഖിഖ് തന്നെ അവിടെ ദബത്താക്കിയിട്ടുണ്ട്, അവിടെ കെസർ കൊണ്ടാണ് വായിക്കേണ്ടത്. അപ്പോൾ ആധുനികരും പൗരാണികരുമായ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ രചന നടത്തിയിട്ടുണ്ടെങ്കിലും തീർത്ത് ഫതഹാണോ കെസറാണോ എന്ന് ഒരു പൗരാണികരായ പണ്ഡിതരും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വാദം. ആ അർത്ഥത്തിലാണ് ഇദ്ദേഹം അത് കളവാണെന്ന് പറയുന്നത്. അങ്ങനെ ഏത് ഇമാമാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ ചോദിച്ചു. വെല്ലുവിളിക്കുകയാണ് നൗഷാദിനെ. ഏത് ഇമാമാണ് അങ്ങനെ ഒരു ഇബാറത്ത് പറഞ്ഞിട്ടുള്ളത്? ആ ഇബാറത്ത് കൊണ്ടുവരാൻ വെല്ലുവിളിക്കുകയാണ്. ഇതുവരെ കൊടുത്തിട്ടില്ല, അങ്ങനെ ഒരു ഇബാറത്തില്ല. അതേ സമയത്ത് ഇക്കഴിഞ്ഞ ദിവസം മൗലവിയുടെ ആഘോഷമുണ്ട്. എന്താണ്? നമ്മൾ ഇല്ലാത്തത് വായിച്ചു, നമ്മൾ കളവ് നടത്തുന്നവരാണ് എന്നൊക്കെയുള്ള ആഭാസവും ആഘോഷവും. മൗലവി ആദർശത്തെ ആദർശപരമായി നേരിടാൻ കഴിയാതെ വരുമ്പോൾ, ഇൽമിനെ ഇൽമ കൊണ്ട് നേരിടാൻ കഴിയാതെ വരുമ്പോൾ പിന്നെയുള്ളത് അജ്ഞരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് ഇല്ലാത്ത ആരോപണങ്ങൾ കളവായിട്ട് ഉന്നയിക്കുക. അജ്ഞരും വിജ്ഞരും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുക, എന്നിട്ട് അവിടെ കൂടിയിരിക്കുന്ന കുറച്ച് ജാഹിലീങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവിടെ തക്ബീർ വിളിപ്പിക്കാം. ഞാൻ വായിച്ച നുസ്ഖ ഏതാണ് എന്ന് ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ നുസ്ഖ മത്തുനും ഷറഹും അതിൻ്റെ തഹ്ഖീഖും കൂടി ചേർന്നതാണ്. ആ നുസ്ഖയിലുള്ള ഭാഗമാണ് ഞാൻ വായിച്ചത്. അത് ആ നുസ്ഖയിൽ തന്നെയല്ലേ? പിന്നെ അതിലില്ല എന്ന് പറഞ്ഞത്? ഷറഹ് മാത്രമാണോ ആ നുസ്ഖ എന്ന് പറയുന്നത്? അല്ല. അപ്പോൾ ഈ ഒന്നും പറയാനില്ല. നമ്മുടെ വിശദീകരണത്തിന് മുമ്പിൽ പൂർണ്ണമായും പരാജയപ്പെട്ട ഈ മൗലവി, അദ്ദേഹത്തിന് തന്നെ അറിയാം ഞാൻ വിശദീകരിച്ചിട്ട് എവിടെയോ എത്തുന്നില്ല. വീണ്ടും വീണ്ടും അദ്ദേഹം നമ്മൾ പറഞ്ഞ ഭാഗം അംഗീകരിക്കേണ്ടി വരികയാണ്. അപ്പം പിന്നെ അദ്ദേഹത്തിന് കളവ് പറയുകയല്ലാതെ നിർവാഹമില്ല. ഞാൻ വായിക്കുന്ന നുസ്ഖ അവിടെ കൃത്യമായിട്ട് കാണിച്ചില്ലേ? ആ നുസ്ഖയിൽ അതിൻ്റെ 3 ഭാഗം, മത്തിനും ഷറഹും അതിൻ്റെ തഹ്ഖീഖ് അടക്കമുള്ള ഭാഗം. അപ്പോൾ മൗലവി പറയാണ് ആ തഹ്ഖീഖ് അത് ആധുനികരായ ആരോ കൂട്ടിച്ചേർത്ത് കൊടുത്തതാണ്. മൗലവി അതിൻ്റെ ഷാരിഹി പിന്നാരാ? അതിൻ്റെ ഷാരിഹി പിന്നാരാ? ആധുനിക പണ്ഡിതനല്ലേ? 1900 തുടക്കത്തിൽ ജീവിച്ച് മരണപ്പെട്ട പണ്ഡിതനാണ് അതിൻ്റെ ഷാരിഹ്. അദ്ദേഹം ഒരു ആധുനിക പണ്ഡിതനാണ്. അദ്ദേഹവും അതിനെ തഹ്ഖീഖ് ചെയ്ത മുഹഖിഖും ആധുനിക പണ്ഡിതന്മാരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനപ്പേര് വിവരിക്കുന്ന സമയത്ത്
അവിടെ എങ്ങനെയാണ് ബഹുമാനപ്പെട്ട അബുൽ ആലമൈനി എന്ന് പേര് വരാനുള്ള കാരണം എന്ന് വിശദീകരിക്കുന്നിടത്ത് സവാദുൽ ഐനൈനി വായിച്ച് നമ്മൾ പറഞ്ഞു അവിടെ അബുൽ ആലമൈനി എന്നാണ് വായിക്കേണ്ടത്. കാരണം അവിടുത്തെ വിശദീകരണം അത് ഖരീനത്താണ്, അത് അറിയിക്കുന്നത് അങ്ങനെയാണ്. അതാണ് ഷാരിഹ് അവിടെ ഹറക്കത്താണെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ മറ്റു സ്ഥലത്ത് അഥവാ റിഫായി ശൈഖ് തങ്ങളുടെ ഇൽമുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നിടത്ത് ഇതിൻ്റെ മുഹഖിഖ് അവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി അൽ ബാത്തിനി വല്ലാഹിരി, അവിടെ ഇൽമാണ് വായിക്കേണ്ടത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നു ഷാരിഹ് പറഞ്ഞത് നമ്മളെടുക്കും, ആ മുഹഖിഖ് പറഞ്ഞതോ അതെടുക്കൂല. എന്താ മൗലവി ഒന്ന് ചക്കരയും ഒന്ന് കൊപ്പരയുമായി മാറിയത്? എന്താണ് ഒന്ന് അംഗീകരിക്കുന്നു ഒന്ന് തള്ളുന്നു, എന്ത് ന്യായമാണ് പറയാനുള്ളത്? രണ്ടും ആധുനികരായ പണ്ഡിതന്മാരാണ്. ഖബൂലിയത്തിൻ്റെ വിഷയത്തിൽ ഒരേ ദറജക്കാരാണ് രണ്ടുപേരും. പിന്നെന്താണ് ഒരാൾ പറഞ്ഞത് എടുക്കൂല എന്നും ഒരാൾ പറഞ്ഞത് എടുക്കുമെന്നും? അത് ഏതർത്ഥത്തിലാണ് പറയുന്നത്? ഇങ്ങനെ ഒരു ന്യായവും ഇൽമിയായ വൈജ്ഞാനികമായ ചർച്ചയിൽ പറയാൻ പറ്റിയ ഒരു ന്യായവുമില്ല. ഇനി നോക്കൂ നിങ്ങൾ, നസ്റുൽ ജവാഹിർ വദ്ദുറർ ഫീ ഉലമാഇൽ ഖർനി റാബി അശർ എന്ന് പറയുന്ന ഗ്രന്ഥം ഒരു ആധുനിക ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഷാരിഹി ജീവിച്ച അതേ കാലഘട്ടം ഹിജറ 1351, അഥവാ ഏകദേശം 1990-ൻ്റെയും 1850-ൻ്റെയും ഇടയിലുള്ള കാലഘട്ടം ജീവിച്ച് മരണപ്പെട്ടു പോയ വ്യക്തി, ഒരേ കാലക്കാരാണ്. അദ്ദേഹം ശൈഖ് റിഫായി റളിയല്ലാഹുവിനെ സംബന്ധിച്ച് പറയുന്ന കവിതാ ശകലം കേൾക്കൂ. യാ സാഹിബൽ ഇൽമൈനി യാ ഖമറദ്ദുജ യാ ത്വാഹിറൻ നസബൈനി യാ മിഫ്ളാലു യാ സയ്യിദൻ ലിൽ ഫിർഖതൈനി വഹായിസ ലിൽ ഖൽഅതൈനി ഉലാക കൈഫ യുത്വാലു. ബഹുമാനപ്പെട്ടവരെ, ശൈഖ് റിഫായി തങ്ങളെ വിളിക്കുന്നത് യാ സാഹിബൽ ഇൽമൈൻ അല്ലേ? ഇൽമൈൻ, ആധുനികരായ പണ്ഡിതന്മാരങ്ങനെ ദബ്താക്കിയിട്ടുണ്ട്. അപ്പം അതാണ് നമ്മൾ പറഞ്ഞത്. ബഹുമാനപ്പെട്ട പൗരാണികരായ ഇമാമുകളുടെ കിതാബുകളിൽ നിന്നും മനസ്സിലാക്കിയതനുസരിച്ച് ഗവേഷണം നടത്തി പഠനം നടത്തി ഗ്രന്ഥങ്ങൾ രചിച്ച ആധുനിക പണ്ഡിതന്മാർ അവിടുത്തെ ഇൽമുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചയിൽ അവിടെ ഇൽമൈനി എന്ന് വായിച്ചിട്ടുണ്ട്. അവിടുത്തെ സ്ഥാനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ച പറയുന്നിടത്ത് അലമൈനി എന്ന് വായിച്ചിട്ടുണ്ട്. ഇത് രണ്ടുമുണ്ട്. എന്നാൽ ഈ ഒരു അലമൈനിയുടെ ചർച്ചയിൽ കടിച്ച് തൂങ്ങി ഇല്ലാത്ത കുറേ കളവുകൾ പറഞ്ഞ് നമ്മുടെ പേരിൽ കുറേ ആരോപണങ്ങൾ പറഞ്ഞ് കുറേ വെല്ലുവിളികൾ നടത്തി ഇവിടെ അദ്ദേഹത്തിന് എന്തെങ്കിലും ഉണ്ടാക്കിക്കളയാമെന്ന ഒരു ധാരണയുണ്ടെങ്കിൽ നൗഷാദെ ആ കലം വേഗം വാങ്ങിവെച്ച് അത് വേവാൻ പോകുന്നില്ല. അപ്പം അതുകൊണ്ട് ഇതാർക്കാ മനസ്സിലാകാത്തത്? എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമല്ലേ. എന്നാൽ ആ ഒരു വിശദീകരണത്തിൻ്റെ മുമ്പിൽ പ്രാമാണികമായി പരാജയപ്പെട്ട മൗലവി വെല്ലുവിളിയും ആക്രോശവും ബഹളവുമായിട്ട് നടക്കുകയാണ്. ഇയാളെ വിചാരം കുറേ ശബ്ദം ഉണ്ടാക്കിയാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ള. ഒന്നുണ്ടാകാൻ പോകുന്നില്ല. പാച്ചക്കളവുകൾ മാത്രം പറയുന്നു അല്ലേ. ഇതാർക്കാ മനസ്സിലാകാത്തത്? നമ്മളവിടെ ഒരു വായിക്കുന്ന നുസ്ഖ കൃത്യമായിട്ട് അവിടെ കാണിച്ചു സ്ക്രീനിൽ. ആ നുസ്ഖയുടെ 8-ാമത്തെ പേജെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ. അതാർക്കും മനസ്സിലാവൂലേ? ഞാൻ എൻ്റെ വിശദീകരണത്തിൻ്റെ സാഹചര്യം മനസ്സിലായാൽ ആർക്കും മനസ്സിലാവൂലേ? എന്നിട്ട് ഒന്നും പറയാനില്ലാതെ വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പണി നമ്മുടെ മേലിൽ ആരോപിക്കുക, കിതാബുകളിൽ കളവ് നടത്തുക, നമ്മുടെ മേലിൽ ആരോപിക്കുക. താങ്കൾ നടത്തിയ, നൗഷാദ് നടത്തിയ കിതാബിലെ കളവുകൾ ഇൻഷാ അല്ലാഹ് ഞാനിവിടെ എണ്ണി പറയാൻ പോകണം 10 എണ്ണം. അതിനു മുമ്പ് ഒന്ന് കേൾക്കാദ്യം. ആധികാരികമായ കിതാബിൽ അബുൽ ആലമൈൻ എന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു ഞങ്ങൾ. കണ്ടോ, ഇത് മൗലവി അബുൽ ആലമൈൻ എന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു. അപ്പം നൗഷാദ് പറഞ്ഞത് മുഴുവൻ ബാത്തിലായി. മൈക്കുകളാണെന്ന് ഓർക്കണം. ഷെയ്ഖ് പറഞ്ഞതേ പറയുള്ളൂ. നമുക്ക് നാക്കിൽ പിഴവ് വരാം, നമുക്ക് അബദ്ധം സംഭവിക്കാം. എന്നാൽ ഇവർക്ക് പറ്റൂല എന്ന അവകാശവാദം. കാരണം ഇവർ മൈക്കുകളാണ്. ഈ മൈക്കിന് ഒരു അബദ്ധം പറ്റൂല. ഞാൻ പറയുന്നതേ മൈക്ക് പറയുള്ളൂ അല്ലേ. എന്നിട്ട് നൗഷാദ് പറയാണ് അബുൽ ആലമൈൻ എന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു. അപ്പോൾ അബുൽ ആലമൈൻ ഇല്ല എന്നാണോ മൗലവി പറയുന്നത്? അത് ഒരു നാക്കിപ്പിഴവ് സംഭവിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ പ്രസംഗത്തിൽ ഇത് ഇട്ടിട്ടില്ല. അത് ഞങ്ങളെ ആശയവുമല്ല, അതിൻ്റെ ആവശ്യവുമില്ല. പക്ഷേ നമ്മുടെ വിശദീകരണത്തിൻ്റെ സാഹചര്യം ആ നുസ്ഖ കൃത്യമായി കാണിച്ച് വായിക്കുമ്പോൾ ആർക്കാ ബോധ്യപ്പെടാത്തത്? കുറച്ച് ബുദ്ധിയുള്ള ആർക്കും അത് മനസ്സിലാവൂലേ? ആ നുസ്ഖ കണ്ടവർക്ക് മനസ്സിലാവൂലേ? എന്നിട്ട് അതൊരു വലിയ സംഗതിയായിട്ട് അവതരിപ്പിക്കുകയാണ്. അതിൻ്റെ അർത്ഥം വേറെ ഒന്നും പറയാനില്ല എന്നല്ലേ മൗലവി?
പൂർണ്ണമായും ഞങ്ങളുടെ വിശദീകരണത്തിന് മുമ്പിൽ പരാജയപ്പെട്ടു എന്നല്ലേ അതിൻ്റെ അർത്ഥം? അപ്പോൾ വളരെ കൃത്യമായിട്ട് നിഷ്കളങ്കമായി കേൾക്കുന്നവർക്കും ബോധ്യപ്പെടുന്നതാണ്. എന്നാൽ അത്രയും പ്രസ്പഷ്ടമായ കാര്യങ്ങൾ പോലും പ്രശ്നവൽക്കരിച്ച് വളരെ പ്രധാനപ്പെട്ട ചർച്ചയിൽ നിന്ന് ശ്രദ്ധ കൊണ്ടുപോകാനുള്ള ഒരു അടവ് നയമാണ്. എന്നാൽ മൗലവി എൻ്റെ ഒന്നാമത്തെ ചോദ്യം എന്താണ്? അബുൽ ഇൽമൈനി എന്ന് വായിക്കാൻ പാടില്ല എന്ന് ഏത് ഇമാമാണ് പറഞ്ഞത്? ആ ഇമാമിൻ്റെ ഇബാറത്ത് കൊണ്ടുവരണം. നമ്പർ 1. മനസ്സിലായല്ലോ? എന്നിട്ട് അതിമൊക്കെ അടിച്ചു തൂങ്ങി മറ്റുള്ള വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കല്ലേ. ഇനി പറയട്ടെ, മൗലവി ഇബാറത്ത് തരാതെ മുങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താണത്? അതിൽപ്പെട്ട ഒന്നായിരുന്നു മൊബൈൽ വാദം. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വളരെ കൃത്യമായ ആദർശം, ശരിയായ വിശ്വാസത്തിൽ നിന്ന് ജനങ്ങളെ മുഅ്തസിലത്തിന്റെ ആശയത്തിലേക്ക് കൊണ്ടുവരുന്ന ഏറ്റവും അപകടം പിടിച്ച വാദമായിരുന്നു മൊബൈൽ വാദം എന്ന് പറയുന്നത്. നമ്മൾ പലവട്ടം വിശദീകരിച്ചിട്ട് മൗലവി അപ്പറഞ്ഞ മൊബൈൽ വാദത്തിന് പ്രാമാണികമായ ഒരു ഉദ്ധരണി ഇതുവരെ കാണിച്ചിട്ടില്ല. ഏത് കിതാബിലാണ് മൗലവി താങ്കൾ പറഞ്ഞ മൊബൈൽ വാദം പറഞ്ഞിട്ടുള്ളത്? ഒരു വലിയന് അള്ളാഹു ഒരു കഴിവ് കൊടുക്കുന്നത് നമ്മൾ മറ്റൊരാൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്നത് പോലെയാണ്. എത്രയോ തവണ നമ്മൾ ഇട്ട ക്ലിപ്പല്ലേ? എന്നിട്ട് മൗലവി തന്നെ പറയുന്നു, മൊബൈൽ ഫോൺ ഞാൻ കൊടുത്താൽ പിന്നെയും അത് ഓഫാക്കുന്നതും ഓണാക്കുന്നതും ഞാൻ തന്നെയാണെങ്കിൽ പിന്നെ അതിന് കൊടുക്കരുതെന്ന് പറയോ? അപ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് ഒരു കഴിവ് കൊടുത്താൽ അത് അങ്ങ് വിട്ടുകൊടുത്തു, അഡ്വാൻസായി കൊടുത്തു. മാത്രവുമല്ല, പിന്നെ അള്ളാഹു തആലക്ക് അതിൽ ഒരു നിയന്ത്രണവുമില്ല എന്ന രണ്ട് അപകടകരമായ വാദം. ഒന്ന് കുഫ്രിയത്തിൻ്റെ വാദമാണ്. അള്ളാഹു തആല അശക്തനായി പോവുക, കൊടുത്താണ്ട് വിട്ടുപോയാൽ പിന്നെ അള്ളാഹു തആല നിസ്സഹായനായിപ്പോയി, അള്ളാഹു തആല ആജിസായിപ്പോയി. കുഫറിൻ്റെ വാദമല്ലേ? അതുപോലെ മുഅ്തസിലത്തിൻ്റെ വാദമല്ലേ കഴിവുകൾ അഡ്വാൻസായി പടച്ചിട്ട് കൊടുക്കുന്നു പറയുന്നത്? ഈ ഒരു വാദം ഇവിടെ കൊണ്ടുവന്നിട്ട് ആ വാദത്തിൻ്റെ തെളിവെന്താണ്? അതിൻ്റെ ഇബാറത്ത് എവിടെയാണ്? ഏത് ഇമാമാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്ന് ആവർത്തിച്ച് പലപ്പോഴായി ഞങ്ങൾ ചോദിച്ചിട്ട് ഇതുവരെ കൊണ്ടുവന്നിട്ടുണ്ടോ മൗലവി? എവിടെയാണ് ആ ഇബാറത്ത്? എവിടെയാണ്? ഇല്ല എങ്കിൽ അബദ്ധം പറ്റിയതാണെന്ന് പറയൂ, ഞങ്ങൾ ആ വാദം തിരുത്തുന്നു എന്ന് പറയൂ. ഇങ്ങനെയുള്ള വളരെ വളരെ അപകടകരങ്ങളായ ഒരുപാട് വാദങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ആ വാദങ്ങളെല്ലാം ഞങ്ങൾ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ അതിൽ നിന്നും ഓടി രക്ഷപ്പെടാനുള്ള വഴിയാണ് ഇവിടുത്തെ മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ മുഴുവനും കുഫറിലേക്ക് കൊണ്ടുപോകാൻ ആരുടെ കയ്യിൽ നിന്നോ അച്ചാരം വാങ്ങി വരികയാണ്. അതുകൊണ്ട് എൻ്റെ രണ്ടാമത്തെ ചോദ്യം, മൊബൈൽ വാദത്തിൻ്റെ തെളിവെന്താണ്? ഏത് ഇമാമാണ് ഔലിയാക്കൾക്ക് അല്ലാഹു തആല കഴിവ് കൊടുക്കുന്നത് ഇതുപോലെയാണെന്ന് പറഞ്ഞ ഇമാം ഏതാണ്? ആ ഇബാറത്ത് വായിക്കണം. നമ്പർ 2, മനസ്സിലായല്ലോ? മൗലവി ഇവിടെ കിതാബിൽ നടത്തിയിട്ടുള്ള അട്ടിമറികളുടെ, വഞ്ചനകളുടെ, ആ വഞ്ചനകളിൽ നിന്ന് തിരഞ്ഞെടുത്ത 10 മാത്രമാണ് ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ചർച്ചയിൽ വേണമെങ്കിൽ ബാക്കിയുള്ളതും കൊണ്ടുവരാം. ഇനി പറയട്ടെ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സംബന്ധിച്ച് എന്തെല്ലാം തോന്നിവാസങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവർ പഠിപ്പിക്കുകയോ അവർ വിശ്വസിക്കുകയോ അവരങ്ങനെ ആലോചിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ ആ മഹാന്മാരുടെ മേലിൽ പറഞ്ഞിട്ട് അവരെ വഷളാക്കുകയും അവരുടെ പേരിൽ കുഫറിൻ്റെ ഷിർക്കിൻ്റെ ആശയം കൊണ്ടുവന്ന് കെട്ടിവെക്കുകയും ചെയ്യുക. അതല്ലേ ആലം എന്നതിൽ എന്തെല്ലാം പെട്ടു, അതിൻ്റെ കൈ മുദബ്ബിറാണ് സിയം വലിയുല്ലാഹി എന്ന് മഹാനായ സിയം വലിയുല്ലാഹി തങ്ങളുടെ പേരിൽ ഇവിടെ കേരളത്തിലെ തെരുവീതികളിലൊക്കെ പറഞ്ഞു നടന്ന താങ്കൾ എന്തേ ഇപ്പാ ക്ലിപ്പിടാത്തത്? മടവൂർ ശൈഖുനെ പഠിപ്പിച്ചതാണ് അന മുദബ്ബിറുൽ ആലം. ആലം എന്നതിൽ എന്തൊക്കെ പെട്ടു അതിന്റെ മുദബ്ബിറാണ് ശൈഖ് മടവൂർ. നമ്മൾ പിടികൂടി അല്ലേ? ആലം എന്ന് പറഞ്ഞാൽ ആലമിന്റെ തുടക്കം മുതൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാണ് ആലമിന്റെ തുടക്കം. ആ നൂറിന്റെ സൃഷ്ടിപ്പ് മുതൽ സ്വർഗവും നരകവും അതിൻ്റെ അനന്തമായ കാലം, അതാണ് ആലമിന്റെ അവസാനം. അനന്തമായ സ്വർഗനിരകത്തിൻ്റെ ജീവിതകാലം, അതെല്ലാം പെട്ടതാണ് ആലം. ആ ആലമിൻ്റെ ഒക്കെയും നിയന്ത്രണം സിയം വലിയുല്ലാഹി തങ്ങൾക്കാണെന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം മൗഢ്യമാണ് സഹോദരങ്ങളെ. സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ ഈ വിധത്തിൽ അവഹേളിക്കുകയും ബഹുമാനപ്പെട്ടവരെ അധിക്ഷേപിക്കപ്പെടാൻ കാരണമാക്കുകയും ചെയ്യുന്ന ഒരു തെളിവുമില്ലാത്ത നിരർത്ഥകമായ വാദം കൊണ്ടുവന്നില്ലേ? എവിടെയാണ് അതിൻ്റെ രേഖ? എവിടെയാണ്? നിങ്ങൾ ഏറ്റവും പ്രധാനമായി ഇവിടെ കൊണ്ടുവന്ന വാദമായിരുന്നു അത്.
ആ വാദത്തിന്റെ തെളിവെവിടെയാണ്? ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? CM വലിയുല്ലാഹി തങ്ങൾ ഈ പറഞ്ഞ വിശദീകരണം പോലെ ആലം എന്നതിൽ എന്തെല്ലാം പെട്ടു അതിൻ്റെയൊക്കെയും മുദബ്ബിറാണെന്ന് പറഞ്ഞതിൻ്റെ രേഖ എവിടെയാണ്? ഇബാറത്ത് എവിടെയാണ്? ഒരു ഇബാറത്തും ഇന്നിവരെ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ അബദ്ധം ഇവിടെ പറഞ്ഞ് ഞങ്ങൾ പിടികൂടിയപ്പോൾ അതിനെതിരെ കാമിണ്ടാതെ ഇതുപോലുള്ള കാര്യങ്ങളിൽ നമ്മൾ കൃത്യമായി വിശദീകരണം നൽകിയിട്ടും വീണ്ടും അബദ്ധങ്ങളും കളവുകളും പറഞ്ഞ് നമ്മുടെ പേരിൽ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് ആളുകളെ പൊട്ടീസാക്കി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുകയാണല്ലേ. അതൊരിക്കലും വില പോവുകയില്ല എന്ന് മൗലവിയെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മൂന്നാമത് എനിക്ക് കിട്ടേണ്ടത് ആലം എന്നതിൽ എന്തെല്ലാം പെട്ടു അതിൻ്റെയൊക്കെയും മുദബ്ബിറാണ് CM വലിയുല്ലാഹി എന്ന് ഏത് മഹാനാണ് പറഞ്ഞിട്ടുള്ളത്? ഒരു വലിയനെ സംബന്ധിച്ച് ആ അർത്ഥത്തിൽ മുദബ്ബിറാണെന്ന് പറഞ്ഞ ഏത് മഹാനാണുള്ളത്? ഇബാറത്ത് കൊണ്ടുവരണം. ചോദ്യം നമ്പർ 3, ഇബാറത്ത് കൊണ്ടുവരണം. അതൊന്നും കൊണ്ടുവരാതെ അതെല്ലാം പറഞ്ഞ് എല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഓടി രക്ഷപ്പെട്ട് ഇവിടെ വേറെ ചില ചർച്ചകൾ കൊണ്ടുവന്ന് അവിടെ ആ ചർച്ചകളിൽ ഇങ്ങനെ കാടിച്ച് തൂങ്ങിയിട്ട് മറ്റു പ്രധാനപ്പെട്ട ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും ആശയങ്ങൾ വരെ പറഞ്ഞിട്ട് അതിൻ്റെ ഇബാറത്ത് ചോദിച്ചിട്ട് കൊണ്ടുവരാൻ കഴിയാത്ത ഈ മൗലവിയാണ് ഒരു ലഖബലമിൻ്റെ കാര്യത്തിൽ കടിച്ചു തൂങ്ങുന്നത്. അതിൽ മൗലവിൻ്റെ അബദ്ധം ശരിക്കും നമ്മൾ കാണിച്ചു കൊടുത്തില്ലേ? എന്നിട്ട് അവിടെ മറുപടിയില്ലാതെ വന്നപ്പോൾ നമ്മുടെ പേരിൽ കളവ് ആരോപിക്കാം അല്ലേ? ഇനി പറയട്ടെ, മഹാന്മാരായ അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ, ആ ഔലിയാക്കൾക്ക് കഴിവുണ്ട്, അവർ സഹായിക്കും, അവർ ഇടപെടും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അവരതിൻ്റെ സബബാണ്, സൃഷ്ടിക്കുന്ന ഖാലിഖ് അല്ലാഹുവാണ് എന്ന് കൃത്യമായിട്ട് ഇമാമുകൾ വിശദീകരിച്ചത് എത്രയോ തവണ നമ്മൾ വിശദീകരിച്ചു. പക്ഷേ മൗലവി ഈ ലോകത്ത് ഒരു ഇമാമും പറയാത്ത വാദമാണ് അതിൻ്റെ ഭാഗമായി കൊണ്ടുവരുന്നത്. പിന്നെയോ എങ്ങനെ പറയണം? ബദരീങ്ങൾ മുഖേന അല്ലാഹ് സഹായിച്ചു. ഇവിടെ ശ്രദ്ധിക്ക, വഹിയദ്ദീൻ ശൈഖ് മുഖേന അല്ലാഹ് സഹായിച്ചു. നമ്മൾ അതങ്ങ് പൊളിച്ച് കയ്യിൽ കൊടുത്തു. എന്നാ തുടങ്ങിങ്ങൾ മുഴുവൻ മുഖേനയാക്കി. ഭാര്യ ചായ തന്നു എന്ന് പറഞ്ഞിടത്ത് അല്ലാഹ് ചായ തന്നു ഭാര്യ മുഖേന. മാത്രല്ല മദ്രസിൽ നമ്മൾ പഠിച്ചില്ല എന്താ? ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ ജോലി എന്താ? വഹ്യു എത്തിച്ചു കൊടുക്കുക. വഹ്യു എത്തിച്ചു കൊടുക്കല് ജിബ്രീൽ അലൈഹിസ്സലാം എല്ലാം അല്ലല്ലേ? അപ്പൊ അല്ല വഹ്യു എത്തിച്ചു കൊടുത്തു ജിബ്രീൽ മുഖേന. പറഞ്ഞേക്ക്, മദ്രസിലെ ബുക്കൊക്കെ തിരിച്ചെഴുതി. ആരാ ഇടി മഴ പോലെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. അത് ജിബ്രീൽ അലൈഹി ഇസ്ലാം ഇവിടെ ചെയ്യുന്നതാണ്. അള്ളയാണ് എല്ലാറ്റിന്റെയും നിയന്ത്രണം. ഇനി മദ്രസയിലെ ബുക്കൊക്കെ മാറ്റി. ആരാ ഇടി? അല്ല. പറയണം മൗലവി, ഇബാറത്ത് പറയണം. ഏത് കിതാബിലാണ് താങ്കൾ ഈ പറഞ്ഞ ഒരുപാട് അബദ്ധങ്ങളുണ്ട് ഈ ക്ലിപ്പില്? ഇടി, മഴ, കാറ്റ്, ഇതൊക്കെ മീകായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ആയിരുന്നു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദീനിലുള്ളത്. താങ്കളുടെ കുരുവട്ടൂരിസം പഠിപ്പിക്കുന്ന ദീനിൽ അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് മാറ്റി കൊടുത്തിരിക്കുകയാണ്, ഡ്യൂട്ടി മാറ്റിയിരിക്കുകയാണ്. ഏത് കിതാബിലാ മൗലവി ഉള്ളത്? ഇബാറത്ത് കാണിക്കണം, ഇബാറത്ത് കാണിക്കണം. ഏത് കിതാബിലാ ഉള്ളത്? മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവർ നിമിത്തങ്ങളല്ല എന്ന് ഏത് കിതാബിലാണുള്ളത്? ഇബാറത്ത് കാണിക്കണം. മഹാന്മാര് നിമിത്തങ്ങളാണ് എന്ന് ഇമാമുകൾ വിശദീകരിച്ച ഇബാറത്തുകൾ എത്രയോ തവണ ഞാൻ തന്നെ മൗലവിയെ കേൾപ്പിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അവർ നിമിത്തങ്ങളല്ല എന്ന് പറഞ്ഞതിനെ പരിഹസിക്കുന്ന മൗലവി, അതിനെ പരിഹസിച്ച മൗലവി കാണിക്കണം ഇബാറത്തെ ഏത് കിതാബിലാണത് പറഞ്ഞിട്ടുള്ളത്? കാണിക്കണ്ടേ? ഏത് കിതാബിലാണ് ആ ഇബാറത്തുള്ളത്? എന്നിട്ട് അള്ളാഹുവിനെ പരിഹസിക്കാം. ഭാര്യ മുഖേന അള്ളാഹു ചായ കുടിച്ചു, ഭാര്യ മുഖേന അള്ളാഹു ജ്യൂസ് കുടിച്ചു. അള്ളാഹുവിനെ പരിഹസിക്കുകയാണ് മൗലവി. അള്ളാഹു തആല ജ്യൂസ് കുടിച്ചു എന്ന് പറയൽ അത് കുഫറല്ലേ? പറയാൻ പാടുണ്ടോ? അത് പാടുണ്ടോ? അള്ളാഹു തആലയാണ് കുടിക്കുക എന്ന കർമ്മത്തിനെ സൃഷ്ടിക്കുന്നവൻ എന്നല്ലേ അവിടുത്തെ വിശദീകരണം? ശറഹുൽ ഖായിദെങ്കിലും ഓതി പഠിക്കണ്ടേ? വിശുദ്ധ ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളെ സംബന്ധിച്ച് ഒരു ABCD പോലും അറിയാതെ മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ലോകം വിശദീകരിക്കാൻ ഇറങ്ങിയ ജാഹിൽ മൗലവി. അപ്പം അതുകൊണ്ട് ഇബാറത്ത് കൊണ്ടുവരണം. ഇതുവരെ കിട്ടിയിട്ടില്ല ഇബാറത്ത്. മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവർ നിമിത്തങ്ങളാണെന്ന് ഇമാമുകൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ നിമിത്തമല്ല എന്ന് പറയാനുള്ള മൗലവിയുടെ ഇബാറത്ത് എവിടെയാണ്? കൊണ്ടുവരണം. എൻ്റെ ചോദ്യം നമ്പർ 4 ആണ്. അപ്പോൾ
വളരെ കൃത്യമല്ലേ? ഈ ഇബാറത്തുകളൊക്കെ എവിടെയാ? ഇതൊക്കെ പറഞ്ഞിട്ട് എത്ര കാലമായി? ഇപ്പോഴും കിട്ടിയിട്ടുണ്ടോ ഇബാറത്ത്? ഇല്ല. തോന്നിയതുപോലെ മതത്തിൽ കൂട്ടിക്കലർത്താൻ ശ്രമിക്കുക, യഹൂദികളെയും ക്രിസ്ത്യാനികളെയും പോയി നാണിപ്പിക്കുന്ന വിധത്തിൽ മതത്തിൽ കൂട്ടിച്ചേർക്കലുകളും വെട്ടിമാറ്റലുകളും നടത്തുകയല്ലേ മൗലവിമാർ നടത്തുന്നത്? അതുകൊണ്ട് ഇവിടെ കിതാബിൻ്റെ ഇബാറത്ത് കൊണ്ടുവരണം. ഇനി പറയട്ടെ, ഞാൻ വിശദീകരിക്കുന്നില്ല, വളരെ ചുരുക്കി ഞാൻ പറയാണ്. ഈ പറയുന്ന മഹാബദ്ധങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇബാറത്തുകളൊന്നും കൊണ്ടുവരാതെ ഇവിടെ നിന്ന് മറ്റു ചില വിഷയങ്ങളിൽ കടിച്ചു തൂങ്ങി കളവ് പറഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയുമെന്ന് ധരിച്ചു വെച്ചോ മൗലവി? ഇനി നോക്കൂ നിങ്ങൾ, മൗലവി ഇവിടെ പറഞ്ഞ ഭീകരമായ ഒരു അബദ്ധമല്ലേ? എന്തായിരുന്നു അത്? അവതാര സങ്കല്പം ഇവിടെ കൊണ്ടുവന്നില്ലേ? എന്താണത്? അള്ളാഹുവും ഖുതുബും, അള്ളയാകുന്ന ദാത്ത്, ഖുതുബാകുന്ന വേറൊരു ദാത്ത്, ഇത് രണ്ടും ഗൈറല്ല എന്ന് പറയുന്നതോടുകൂടെ എന്ത് സംഭവിച്ചു? അത് രണ്ടും ഒന്നാണ്. എത്രയോ തവണ ഞാൻ ഉദാഹരണ സഹിതം വിശദീകരിച്ചു. ഈ മൈക്ക് എന്ന് പറയുന്ന ഈ ഒരു വസ്തു, ഞാൻ എന്ന് പറയുന്ന ഒരു വസ്തു, ഇത് രണ്ടും രണ്ടല്ല, ഗൈറല്ല എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഒന്നാണെന്നാണ് വരുന്നത്, അല്ലേ? രണ്ട് ധാത്തുക്കൾ തമ്മിൽ ഗൈറല്ലെങ്കിൽ പിന്നെ അയിനാകൂലേ? അപ്പൊ അള്ളാഹു ഖുതുബിന്റെ ഗൈറല്ല എന്ന് പരസ്യമായി പ്രസംഗിച്ചില്ലേ മൗലവി? പച്ച കുഫറല്ലേ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ വിശ്വാസത്തിൽ ഇവിടെ വലിയ മായം ചേർക്കലല്ലേ നടന്നത്? പറയട്ടെ മൗലവിന്റെ, അത് പറഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം. എന്താ വൈരിയത്ത്? വൈറ് അല്ല. വൈറ് പറഞ്ഞാൽ അള്ളാഹ് കുത്തുബ് രണ്ടുമല്ലോ. അപ്പൊ അള്ളാഹ് എന്നത് കുത്തുബിന്റെ വൈറ് അല്ല, കുത്തുബ് എന്ന് അള്ളാഹിന്റെ വൈറുമല്ല. വൈരിയത്ത് അതല്ലാത്തതാവുക എന്നത് നീങ്ങി. കണ്ടില്ലേ? അപ്പൊ അള്ളാഹു ഖുതുബ്, അള്ളാഹു ഖുതുബിന്റെ ഗൈറല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു ഖുതുബിന്റെ ഖുതുബ് അല്ല എന്നത് നീങ്ങി. അപ്പൊ അള്ളാഹു ഖുതുബിന്റെ ഖുതുബ് തന്നെയാണ്, ഖുതുബ് തന്നെയാണ് അള്ളാഹ്, അള്ളാഹ് തന്നെയാണ് ഖുതുബ്. ഇതല്ലേ അവതാര സങ്കല്പം? ഇതിന് എവിടെയാ മൗലവി തെളിവ്? ഏത് ഇമാമാണ് അങ്ങനെ ഒരു ഇബാറത്ത് പറഞ്ഞിട്ടുള്ളത്? ആ ഇബാറത്ത് എവിടെ? കിതാബിൽ ആ ഇബാറത്ത് കാണിക്കാൻ നൗഷാദിനെയും കുരുവട്ടൂരികളെയും ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഏത് കിതാബിന്റെ ഇബാറത്തിലാണുള്ളത്? അള്ളാഹു ഖുതുബിന്റെ ഗൈറല്ല എന്ന കുഫ്രിയത്ത് പറയുന്നത് ഏത് ഇമാമാണ്? എന്തടിസ്ഥാനത്തിലാണ് ഈ കുഫ്രിയത്ത് പറയുന്നത്? ഇങ്ങനെ മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തെ അപകടപ്പെടുത്തുന്ന, ഈമാനിൽ നിന്നും മുസ്ലിമീങ്ങളെ അവിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്ന കുഫറിന്റെ നിരവധി വാദങ്ങൾ ഇവിടെ കൊണ്ടുവന്നില്ലേ? അതിൻ്റെയൊക്കെ തെളിവെന്താണ് എന്ന് നമ്മൾ നിരന്തരം ചോദിച്ചിട്ട് ഇന്ന് വരെ പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ മൗലവി താങ്കൾക്ക്? ഇന്ന് വരെ പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് പർവ്വത സമാനരായ ഞങ്ങളെ ഉലമാഇനെ വെല്ലുവിളിക്കുന്നു, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തെ വെല്ലുവിളിക്കുന്നു. വിവരക്കേടിനും വേണം ഒരു പരിധി, അജ്ഞതക്കും വേണം ഒരു ഹദ്. അതുകൊണ്ട് തന്നെ മൗലവി, എൻ്റെ അടുത്ത ചോദ്യം, ഖുതുബ് അള്ളാഹുവിൻ്റെ ഗൈറല്ല എന്ന് പറഞ്ഞ ഏത് ഇമാമാണുള്ളത്? ഏത് ഇമാമാണുള്ളത്? ഇവിടെ പ്രസംഗിച്ചിട്ട് കാലം എത്രയായി? ഇതുവരെ ഞങ്ങളെ എത്ര തവണ ചോദിച്ചു, അതിൻ്റെ ഇബാറത്ത് ഇവിടെ കൊണ്ടുവരണം, കൊണ്ടുവന്നേ പറ്റൂ. മനസ്സിലായില്ലേ? ഇനി മറ്റൊന്ന്, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, ആ മഹാന്മാരായ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അള്ളാഹുവിനെ അനുസരിച്ച് ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത് വലിയ ഉന്നതി കരസ്ഥമാക്കിയവരാണ് മഹാന്മാരായ ഔലിയാക്കൾ. ആ ഔലിയാക്കൾക്ക് ചില സമയത്ത് അവരുടെ ഖൽബ് പൂർണ്ണമായും അള്ളാഹുവിലേക്ക് ലയിച്ച് ഗൈബത്തിൻ്റെ ഘട്ടം അവർക്കുണ്ടാകും. ആ സമയത്ത് അവരുടെ ബുദ്ധി തന്നെ മറിഞ്ഞു പോകും. അവർക്ക് ആ സമയത്ത് തക്ലീഫില്ല, അവർക്ക് ഹുക്കുമില്ല. അതുകൊണ്ട് തന്നെ അത്തരം ജദ്ബിൻ്റെ ഹാലിലുള്ള, ഗൈബത്തിൻ്റെ ഹാലിലുള്ള മഹാന്മാർ, അവരിൽ നിന്നും ഒരുപക്ഷെ ശരീഅത്തിന് വിരുദ്ധമായ കാര്യം കണ്ടാലും അവർക്ക് ഹുക്കുമില്ലാത്തത് കൊണ്ടാണ് അത് അനുകരിച്ച് വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിശദീകരിച്ചിടത്ത് സർവ്വ കിതാബുകളിലും ഫത്ഹുൽ മുഈൻ അടക്കം തുഹ്ഫത്തുൽ മുഹ്താജ് അടക്കം ഞാൻ പലപ്പോഴും വിശദീകരിച്ച് പറഞ്ഞു, ഗൈബത്തിൻ്റെ ഘട്ടത്തിൽ ഒരു വലിയന് തക്ലീഫില്ല. എന്നാൽ അവർക്ക് ഗൈബത്തല്ലാത്ത സമയത്ത് മുക്കല്ലഫായിരിക്കെ ഒരു വലിയും ശരീഅത്തിന് വിരുദ്ധമായത് ചെയ്യില്ല. മുക്കല്ലഫായിരിക്കെ വലിയനെ ശരീഅത്തിന്റെ മുഴുവൻ നിയമവും ബാധകമാണ്. ഫഹും കഗൈരിഹിം
തുഹ്ഫത്തുൽ മുഹ്താജിൽ കാണാം, അവർ മറ്റുള്ള മുഅ്മിനീങ്ങളെ പോലെ തന്നെയാണ് നിയമം പാലിക്കുന്ന വിഷയത്തിൽ. ഇത് ഇമാമുകളൊക്കെ വിശദീകരിച്ചിട്ട് മഹാനായ സി.എം. വലിയുല്ലാഹി തങ്ങളുടെ പേരിൽ പച്ചക്കളവ് പറഞ്ഞില്ലേ? സി.എം. വലിയുല്ലാഹി തങ്ങൾ മുക്കല്ലഫായിരിക്കെ അനല്ലാ എന്ന് പറഞ്ഞു, ശരീഅത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെയല്ലേ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മനസ്സിലാക്കണം, അങ്ങനെ ഏത് ഇമാമാ പറഞ്ഞത്? തക്ലീഫിന്റെ ഘട്ടത്തിൽ ഔലിയാക്കൾക്ക് ശരീഅത്ത് ബാധകമല്ലാത്ത സമയമുണ്ടാകും എന്ന് പറഞ്ഞ ഇമാം ഏതാണ്? ഇബാറത്ത് വായിക്കണം മൗലവി. എത്ര ഇബാറത്ത് ഞാൻ വായിച്ചു? ഫത്വൽ മുഈന് വായിച്ച് പഠിപ്പിച്ചില്ലേ? തുഹ്ഫ വായിച്ച് പഠിപ്പിച്ചില്ലേ? ഇനി നോക്കൂ, ഷദറാത്തുൽ ദഹബ് ഫി അഖ്ബാരി മൻ ദഹബ്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്രാഹിം അദ്ദസൂഖി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, അവിടുത്തെ വിശദീകരണം, അവിടുത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് നടത്തിയ വിശദീകരണത്തിൽ ഒമിൻ കലാമിഹി, ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ദസൂഖി റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശത്തിൽപ്പെട്ടതാണ്, അവിടുത്തെ അധ്യാപനത്തിൽപ്പെട്ടതാണ്, ലാ തക്ലീഫ അലാ മൻ ഗൂബ ബിഖൽബിഹി ഫീ ഹളറത്തി റബ്ബിഹി മാദാമ ഫീഹാ. ഒരു വലിയന് ഗൈബത്തിന്റെ ഘട്ടമെത്തി അള്ളാഹുവിലേക്ക് പൂർണ്ണമായും ലയിച്ച് ഖൽബ് മറിഞ്ഞുപോയാൽ ആ വലിയനെ സംബന്ധിച്ചിടത്തോളം തക്ലീഫ് ബാധകമല്ല, മാദാമ ഫീഹാ, ആ ഗൈബത്തിലുള്ള സമയത്ത്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പിന്നെ പറയുന്നു, ഫഇദാ റുദ്ദലഹു അഖലുഹു, അദ്ദേഹത്തിന്റെ അഖൽ തിരിച്ചു കിട്ടിയാൽ, ഗൈബത്തിന്റെ ഘട്ടം മാറിയാൽ, സ്വാറ മുക്കല്ലഫൻ, ആ വലിയും മുക്കല്ലഫായി മാറി. മുക്കല്ലഫ് എന്ന് പറയുന്നത് ശരീഅത്തിന്റെ നിയമം ബാധകമായ ആളുകൾക്കാണ്. സർവ്വ ഇമാമുകളും രേഖപ്പെടുത്തി വെച്ച വിഷയം. എന്നാൽ ഈ ഇമാമുകളെ മുഴുവനും തള്ളി ബഹുമാനപ്പെട്ട സി.എം. വലിയുല്ലാഹി തങ്ങൾ തക്ലീഫിന്റെ ഘട്ടത്തിൽ കുഫറിന്റെ ഷിർക്കിന്റെ വാചകം വരെ പറഞ്ഞു. അങ്ങനെ ഔലിയാക്കൾക്ക് പറയാം എന്ന് പറഞ്ഞ് ഇവിടെ മഹാന്മാരായ ഔലിയാക്കളെ നിസ്സാരപ്പെടുത്തി സംസാരിച്ചില്ലേ മൗലവി? അതിനുവേണ്ടി എത്രയാണ് താങ്കൾ സമയം ചെലവഴിച്ചത്? എത്ര വേദികളിൽ, എത്ര സംസാരത്തിൽ അത് പറഞ്ഞു? എവിടെയാണ് അതിൻ്റെ ഇബാറത്ത്? ഏത് ഇമാമാ പറഞ്ഞത്? ഈ മഹാന്മാരായ ഇമാമുകളുടെയൊക്കെ ഉദ്ധരണി, എത്ര ഉദ്ധരണി ഞാൻ വായിച്ചു തന്നു. എന്നാൽ താങ്കൾ പറയുന്ന ഈ ഭീകരമായ അബദ്ധത്തിന് ഏത് ഇമാമിന്റെ പിന്തുണയാണുള്ളത്? ഒരാളും പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ മൗലവിമാര് പറയുന്ന ഭീകരമായ അബദ്ധത്തിൽപ്പെട്ടതാണത്. ഇങ്ങനെ എത്ര തട്ടിപ്പുകളാണ്! ഇനി പറയട്ടെ, മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ വളരെ പ്രധാനമായി കണ്ടിരുന്ന ഒരു ഇൽമാണ്, ഒരു ശാഖയാണ് മന്തിഖ്. അല്ലേ? ലാ സിഖത ബിഫിഖ്ഹി മൻ ലം യതമന്തഖ്, മന്തിഖ് അറിയാത്തവന്റെ ഫിഖ്ഹിന് ഒരു അടിസ്ഥാനവുമില്ല എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? ബഹുമാനപ്പെട്ട സി.എം. വലിയുല്ലാഹി തങ്ങൾ മന്തിഖ് പഠിപ്പിച്ച വലിയ മുദരിസായിരുന്നു. ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ഹാജി തങ്ങൾ മന്തിഖ് പഠിപ്പിച്ച ചരിത്രമുണ്ട്. അങ്ങനെ ഔലിയാക്കളൊക്കെ മന്തിഖ് പഠിപ്പിച്ചവരാണ്. ആ മന്തിഖിന്റെ കിതാബിന് യാതൊരു വിലയില്ല, അത് കുട്ടികൾക്ക് പമ്പേഴ്സിന്റെ സ്ഥാനത്ത് ഉപയോഗിക്കാമെന്ന് തമ്മാടിത്തരം പറഞ്ഞത് കുരുവട്ടൂരിലെ സമദ് മൗലവിയല്ലേ? നമ്മളവിടെ സമീപകാലത്ത് ഏടാകൂടം കിതാബ് കയറിയപ്പം, കിതാബ് മൊത്തത്തിലല്ല, ഏത് നമ്മൾ മുമ്പൊക്കെ പറയാം ഈ മന്ദിത്തിന്റെ ഏടാകൂടം കിതാബുകൾ, കാര്യമില്ലാത്ത ഓരോ ഫന്നുകൾ, മന്ദിക്കിന്റെ കിതാബ് എന്നൊക്കെ പറയാന്നല്ലാതെ അതിന്റെ അവലാഹിർ പേജ് ചീന്തിക്കളഞ്ഞാൽ അവലാഹിറിൽ ചിലപ്പോൾ ബിസ്മി അഹമ്മദൊക്കെ സലാത്തൊക്കെ ഉണ്ടാവും. ബാക്കി കഴിഞ്ഞ ആ പേജ് കൊണ്ട് നമുക്ക് ഇപ്പോൾ ഈ കുട്ടികളെ പമ്പേഴ്സിന്റെ സ്ഥാനത്ത് ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞല്ല, കാരണം വേറെ ഒന്നും ഇല്ലാന്ന്. അത് മനോരമ പേപ്പർ ഒരേ മാതിരിയായി പോയി. അതിന്റെ തെളിവ് എവിടെയാണ്? എവിടെയാണ് തെളിവ്? നൗഷാദ് പറയട്ടെ. ഔലിയാക്കന്മാരെ സംബന്ധിച്ചു പറഞ്ഞതൊക്കെ പഠിക്കണമെങ്കിൽ ഈ തർക്കശാസ്ത്രം എന്ന കിതാബ് നമ്മളൊന്ന് ഒഴിവാക്കന്നെ വേണം. എവിടെയാണ് നൗഷാദെ ഈ ഇബാറത്ത്? എവിടെയാണ്? അത്ര കാലമായി ഞാൻ ചോദിക്കാൻ തുടങ്ങിയിട്ട്. ഫൽസഫ കലരാത്ത മന്തിഖ്, തർക്കശാസ്ത്രം, ഫൽസഫയിൽ നിന്നും മുക്തമാക്കപ്പെട്ട തർക്കശാസ്ത്രം, അത് പഠിക്കാൻ പാടില്ല എന്നും തസവുഫിലേക്ക് കയറുന്നവർക്കത് പാടില്ല എന്നും പറഞ്ഞ ഇമാമി ഏതാണ്? പച്ചക്കളവാണ് താങ്കൾ പറഞ്ഞത്. ഏത് ഇമാമാണ്? ആ ഇമാമിന്റെ ഇബാറത്ത് ഇവിടെ കൊണ്ടുവരൂ. ഇങ്ങനത്തെ 1000 അബദ്ധങ്ങൾ ഇവിടെ പറഞ്ഞു വെച്ചിട്ട് അതിൻ്റെയൊക്കെ ഇബാറത്ത് ഞാൻ ആവശ്യപ്പെട്ടിട്ട് ഇന്ന് വരെ അതിനെക്കുറിച്ച് കാണാൻ വേണ്ടിയിട്ടില്ല. അങ്ങനെയുള്ള മൗലവി വേറെ ചില വിഷയങ്ങളിൽ കടിച്ചു തൂങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് സർവ്വ കുരുവട്ടൂരികളും ആലോചിച്ചോളണം.
ഈ കാര്യങ്ങൾക്കുള്ളത് കൃത്യമായ തെളിവുകൾ കൊണ്ടുവരണം. ഇവിടെ നിങ്ങൾ പറഞ്ഞു വെച്ചത് മുഴുവനും അബദ്ധമാണ് എന്ന് പറയട്ടെ. ഇനി പറയട്ടെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് ലോകത്ത് ഒരു ഇമാമും പഠിപ്പിച്ചിട്ടില്ലാത്ത വാദമാണ് കുരുവട്ടൂരികളായ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായിരുന്നു ആ വാദം? ഇമാമുകൾ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ 3 വീക്ഷണം കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു ഇമാമും പഠിപ്പിച്ചിട്ടില്ലാത്ത വാദം എന്നല്ല, മഹാനായ ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ചിലർ വാദിച്ചിരുന്ന വാദത്തെ ഇമാം സുംഹൂദി തങ്ങൾ ഗണ്ണിച്ചുകൊണ്ട് നസീഹത്തുൽ ലബീബിൽ രചന നടത്തിയിട്ടുണ്ട്. ആ വാദമാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. എന്താണ് ആ വാദം? ഒരാൾ മറ്റൊരാളെ സ്വപ്നത്തിൽ കാണുന്നു, അദ്ദേഹം അന റസൂലുള്ളാഹി എന്ന് പറയുക മാത്രം ചെയ്യുന്നു, മനസ്സിൽ ബോധ്യപ്പെടുന്നില്ല, റസൂലുള്ളാഹിന്റെ ഒറ്റ വിശേഷണവുമില്ല. പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ഭീകര രൂപം വന്നിട്ട് പറയുന്നു. എന്നാൽ അത് റസൂലാണെന്ന് ഉറപ്പിക്കണമെന്ന ഏറ്റവും വലിയ പുത്തൻ വാദമല്ലേ താങ്കൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്? നൗഷാദ് പറയട്ടെ. നമ്മളെ തർക്കം, ഒരാൾ വന്നിട്ട് പറയാണ്, സ്വപ്നത്തിൽ ഒരാൾ ഇങ്ങനെ വന്നു. അപ്പൊ നൗഷാദ് തന്നെ ആയിക്കോട്ടെ, നൗഷാദ് ഇങ്ങനെ വന്നുകാണ്ട് പറഞ്ഞു അന റസൂലുള്ളാഹ്. കണ്ടപ്പോ തന്നെ നമുക്ക് ഇത് റസൂലാണോ, അന റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. അങ്ങനെ റസൂലാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുരുവട്ടൂർ ശൈഖ് ഹക്കാണ് കേട്ടോ ഒന്നും കൂടി പറഞ്ഞു, എന്നാ അംഗീകരിക്കണം എന്നാ പോയി പറഞ്ഞത്. ഒരാൾ വന്നിട്ട് ഞാൻ റസൂലുള്ളയാണ് എന്നാണ് പറഞ്ഞാല് പിന്നെ തോന്നണമൊന്നുമില്ല, റസൂലുള്ളയാണെന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളയാണെന്ന് അംഗീകരിക്കണോ? അംഗീകരിക്കൽ നിർബന്ധമാണ് എന്നാണ് എന്റെ മറുപടി. അംഗീകരിച്ചേ പറ്റൂ. കാരണം എന്താ? ഇത് ഏത് ഇമാം പറഞ്ഞതാണ്? മനസ്സിൽ ഒരു തോന്നൽ പോലുമില്ല, ഒരു ഉറപ്പ് കിട്ടുന്നില്ല. കാണുന്നത് ഒരു ഭീകര രൂപത്തെയാണ്. ആ ഭീകര രൂപം അന റസൂലുള്ളാഹി എന്ന് പറയുന്നുണ്ട്. ശൈത്വാന് വന്നിട്ട് അങ്ങനെ കളവ് പറയുന്നുണ്ട്. അങ്ങനെ കളവ് പറയാൻ പിശാചിന് കഴിയില്ല എന്ന് ഏത് ഇമാമാണ് പറഞ്ഞിട്ടുള്ളത്? ഏത് ഇമാമാ പറഞ്ഞത്? ഇമാം മുനാവി റളിയല്ലാഹു അൻഹു തന്റെ ഫൈദുൽ ഖദീറിൽ, ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹു തന്റെ നസീഹത്തുൽ ലബീബിൽ, അങ്ങനെ തുടങ്ങിയിട്ട് എത്ര ഇമാമുകൾ പറഞ്ഞു പിശാച് അങ്ങനെ വന്നിട്ട് കളവ് പറയും. അപ്പം അതുകൊണ്ട് അങ്ങനെ പറയുക എന്നതല്ല മാനദണ്ഡം. അതിൻ്റെ മാനദണ്ഡം 3 മാനദണ്ഡം ഇമാമുകൾ പഠിപ്പിച്ചു. ഈ ഒരു മാനദണ്ഡവുമില്ലാതെ താങ്കൾ ഈ പറയുന്ന വാദം ഏത് ഇമാമ് പഠിപ്പിച്ചതാണ്? ലോകത്തുള്ള അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. പൈശാചികമായ വാദം മാത്രമാണിത്. സർവ്വ കള്ളത്തൊരീഖത്തുകാരും ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നതിന് വേണ്ടി, ആളുകളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന തീർത്തും അബദ്ധജടിലമായ വാദമാണിത്. ഈ വാദം ഇമാമുകളിൽപ്പെട്ട ആരാണ് പറഞ്ഞത്? അതിൻ്റെ ഇബാറത്ത് എവിടെ മൗലവി? എവിടെ ഇബാറത്ത്? എൻ്റെ 7ാമത്തെ ചോദ്യമാണ്. താങ്കൾ ഈ പറഞ്ഞ വാദത്തിന് ഏത് ഇമാമിന്റെ ഉദ്ധരണിയാണുള്ളത്? എത്ര കാലമായി ചോദിച്ചിട്ട്? ഇന്ന് വരെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇന്ന് വരെ കൊണ്ടുവന്നിട്ടുണ്ടോ മൗലവി? ഇല്ല. ഇങ്ങനെയുള്ള മഹാബദ്ധങ്ങൾ പറഞ്ഞിട്ട് കിതാബ് ചോദിക്കുമ്പോൾ ഓടി മറയുന്ന മൗലവി, താങ്കൾ പറയുന്ന ആ ഹലറത്ത് എന്ന് പറയുന്നത് ശൈത്വാനിന്റെ ഹലറത്താണ്, ജുഹലാഇന്റെ ഹലറത്താണ്. ആ ഹലറത്തിൽ നിന്ന് ഒരിക്കലും ഇതുപോലുള്ള ഇമാമുകളുടെ വിശദീകരണം കിട്ടൂല. അത് ശൈത്വാനിൽ നിന്ന് കിട്ടുന്ന വഹ്യേ കിട്ടുള്ളൂ. അതാണ് ലോകത്ത് ഒരു ഇമാമും പറയാത്ത വാദങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. ഞങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിട്ട് ഇമാമുകൾ പറഞ്ഞ ഒരു ഉദ്ധരണി ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ മൗലവി? അപ്പം അതുകൊണ്ട് എൻ്റെ 7ാമത്തെ ചോദ്യം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് ഈ നൗഷാദും കുരുവട്ടൂരികളും പറയുന്ന വാദം, അഥവാ സ്വപ്നത്തിൽ ഒരു ഭീകര രൂപം വന്ന് അന റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അത് റസൂലാണെന്നൊരു ബോധ്യം പോലുമില്ലാതെ, ഒരു വിസ്ഫുമില്ലെങ്കിലും ഭീകര രൂപമാണെങ്കിലും അത് റസൂലാണെന്ന് ഉറപ്പിച്ചോളണം എന്ന് പറയുന്ന വാദം, ആ വാദത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ഏത് ഇമാമാണത് പറഞ്ഞിട്ടുള്ളത്? ഏത് ഇമാമാണ് പറഞ്ഞിട്ടുള്ളത്? ഇനി കഴിഞ്ഞില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ജനങ്ങൾ അള്ളാഹുവിലേക്ക് അടുത്ത് അവർ പഠിച്ച ദീനനുസരിച്ച്, ഉലമാ പറഞ്ഞത് കൊടുത്തതനുസരിച്ച് കർമ്മങ്ങൾ ചെയ്ത് വിശ്വാസം ദൃഢപ്പെടുത്തി, കർമ്മങ്ങൾ ചെയ്ത് നിസ്കാരവും നോമ്പും ഹജ്ജും സകാത്തുമായി അവർ മുന്നോട്ട് പോയി ആഖിറം രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഈ മൗലവിമാർ കടന്നു വന്ന് ജനങ്ങളെ പിഴപ്പിക്കുന്നു. നിങ്ങൾക്ക് ഒരു വലിയ റമദാനിൽ നിങ്ങൾ നോമ്പനുഷ്ഠിച്ചിരിക്കെ വെള്ളം തന്നാൽ, ആ വലിയ തന്ന വെള്ളം കുടിച്ചാൽ നോമ്പ് മുറിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ നൗഷാദേ? കുരുവട്ടൂരികൾ പറഞ്ഞിട്ടില്ലേ?
റമദാൻ ഷരീഫിന്റെ പകലിൽ ഷെയ്ഖ് തന്ന വെള്ളം കുടിച്ചാൽ നോമ്പ് മുറിയില്ല. ഇത് ഏത് ഇമാം എവിടെ പറഞ്ഞു? ഈ കളവ് മഹാന്മാരായ ഔലിയാക്കളെ സംബന്ധിച്ച് നിങ്ങൾ ഈ പറയുന്ന കളവുകൾ എന്തടിസ്ഥാനത്തിലാണ് ഈ കളവുകൾ പറയുന്നത്? ഏത് ഇമാമാണ്, ഏത് ഫിഖഹിന്റെ കിതാബിലാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ട് ഇന്ന് വരെ ഒരു ഫിഖഹിന്റെ കിതാബ് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എവിടെയാണ് ഇബാറത്ത്? എൻ്റെ 8ാമത്തെ ചോദ്യം അതാണ്. റമദാനിൽ ഷെയ്ഖ് തന്ന വെള്ളം കുടിച്ചാൽ കുടിച്ചവന്റെ നോമ്പ് മുറിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് ഏത് ഇമാം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്? നൗഷാദ് പറയട്ടെ. അപ്പോൾ ഒരു വലിയ നോമ്പിന്റെ അവസ്ഥയിൽ വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞാൽ നോമ്പ് അല്ല, നിങ്ങൾ ആ പറഞ്ഞതിനെയാണ് ഞാൻ വിശദീകരിച്ചത്. നിങ്ങൾക്ക് ആ വലിയ യഖീനുണ്ടെങ്കിൽ അയാൾ ദീനിനെതിരായി പറയില്ലാന്ന് ഉറപ്പാണല്ലോ. ദീനിനെതിരായി പറയുന്ന ഇഷ്കാരിലാണ് ഇതിന് പറ്റൂല. അതായത് ഒരു വലിയന്റെ കൂടെ നടക്കുന്ന ആദ്യത്തെ ഷർത്ത് ആ വലിയിൽ ഉറപ്പാണ്. ആ വലിയിൽ ഉറപ്പില്ലാത്തവരാണ് പോകണ്ട. വലിയ ഉറപ്പുള്ളവർ പോയിക്കോട്ടെ. അവര് പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് കുടിച്ചാൽ മുറിയില്ല എന്ന് പറഞ്ഞു തീർത്തു പറഞ്ഞല്ലോ. കണ്ടില്ലേ? ഒരു വലിയ പൂർണ്ണമായും വലിയാണെന്ന് ഉറപ്പായിരിക്കെ ആ വലിയന്റെ നിർദ്ദേശമനുസരിച്ച് റമദാൻ പകലിൽ വെള്ളം കുടിച്ചാൽ നോമ്പ് മുറിയൂല. ഇത് നൗഷാദ് പറഞ്ഞതല്ലേ? ഇതിനെ നിഷേധിച്ചില്ലേ മൗലവി? അതിനെ നിഷേധിക്കാൻ പറ്റുമോ? ഇവിടെ ക്ലിപ്പുള്ളതല്ലേ? താങ്കൾ പറഞ്ഞതല്ലേ? ഒരു വലിയ തന്ന വെള്ളം കുടിച്ചാൽ ആ കുടിച്ചവന്റെ നോമ്പ് മുറിയില്ല. ഇത് ഏത് ഫിഖഹിന്റെ കിതാബിൽ പറഞ്ഞു? ഏത് കിതാബിൽ പറഞ്ഞു? ധൈര്യമുണ്ടോ അതിൻ്റെ ഇബാറത്ത് കാണിക്കാൻ? വെല്ലുവിളിക്കുകയാണ്. ഞാൻ ഈ ചോദിച്ചതൊക്കെ വെല്ലുവിളിയാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെല്ലുവിളിക്കുന്നു എന്ന് പറണ്ടാച്ചിട്ടാ. ഇതൊക്കെ എത്ര കാലമായി ചോദിക്കുന്നു. ഈ ഇബാറത്തുകളൊക്കെ എവിടെ പോയി? എന്തേ കാണിക്കാൻ കഴിയാത്തത്? പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സംബന്ധിച്ച് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അബദ്ധങ്ങൾ എന്തൊക്കെയാണ്? ഒരു വലിയന് റമദാനിൽ നോമ്പ് വേണ്ട. വലിയ വെള്ളം കൊടുത്ത ആൾക്ക് ആ വെള്ളം കുടിച്ചാലും നോമ്പ് മുറിയൂല. അപ്പം ഈ മൗലവിമാരൊക്കെ റമദാനിൽ കുരുവട്ടൂർ ആലയത്തിൽ വന്നിരുന്ന് കോമാട്ടുചാലിൽ അബ്ദുള്ള കൊടുക്കുന്ന ചിക്കൻ ബിരിയാണി കഴിച്ചിങ്ങനെ ഇരിക്കുക. എന്നിട്ടോ നോമ്പുകാരാണ് ഇവരൊക്കെ, നോമ്പ് പറഞ്ഞിട്ടില്ലല്ലോ. ഇതിനല്ലേ മൗലവി ശരീഅത്തിന് വിരുദ്ധമായ തോന്നിവാസങ്ങൾ ചെയ്യുന്നതിന് മഹാന്മാരായ ഇമാമുകളുടെ പേരിൽ നടത്തിയ കളവുകളല്ലേ ഇതെല്ലാം? ഈ ഇബാറത്തുൽ ഏത് ഇമാമുകൾ പറഞ്ഞു എന്ന് നിരന്തരം നമ്മൾ ചോദിച്ചിട്ട് അങ്ങനെ ഒരു ഇബാറത്ത് ഇതുവരെ വായിച്ചിട്ടുണ്ടോ നൗഷാദേ? അപ്പം അതുകൊണ്ട് എൻ്റെ 8ാമത്തെ ചോദ്യമാണ്, വലിയ തന്ന വെള്ളം ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിയില്ല എന്ന് ഏത് ഇമാം ഇവിടെ പറഞ്ഞു? കിതാബിൻ്റെ ഇബാറത്ത് കൊണ്ടുവാ. മനസ്സിലായില്ലേ? ഇനിയോ ബഹുമാനപ്പെട്ട ഔലിയാക്കളുടെ പേരിൽ പറഞ്ഞ ഈ നുണ, പാച്ച നുണ, ഭീകരമായ അബദ്ധം അല്ലേ? മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന വഞ്ചന. ഈ വഞ്ചന നടത്തിയിട്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബൂ യസീദ് അൽ ബിസ്വാമി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ ഒരു വലിയ കളവ് നടത്തുന്നുണ്ട്. എന്താണത്? അബൂ യസീദ് അൽ ബിസ്വാമി റളിയല്ലാഹു അൻഹു ബിസ്വാമിയിലേക്ക് വന്നിട്ട് റമദാനിൽ ഭക്ഷണം കഴിച്ചു. എന്തിന് തെളിവ്? വലിയനെ നോമ്പെടുക്കണ്ട, വലിയ തന്ന വെള്ളം കുടിച്ചാൽ നോമ്പ് മുറിയില്ല എന്ന ഈ പുത്തൻ വാദത്തിന് തെളിവായി പറയാണ്. വാസ്തവത്തിൽ അവിടെ നടത്തിയത് ഭീകരമായ കളവില്ലേ നൗഷാദേ? അബൂ യസീദ് അൽ ബിസ്വാമി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ പറഞ്ഞത് പാച്ച കളവല്ലേ നൗഷാദ് മൗലവി? അല്ലേ? ധൈര്യമുണ്ടോ തെളിയിക്കാൻ? ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബിസ്വാമി തങ്ങൾ യാത്രക്കാരനായി വരുമ്പോൾ യാത്രക്കാർക്ക് നോമ്പ് നിർബന്ധമില്ല, യാത്രക്കാർക്ക് ആ ഒരു ഇളവുണ്ട്. ആ ഇളവ് ഉപയോഗിക്കുകയാണ് അബൂ യസീദ് അൽ ബിസ്വാമി തങ്ങൾ ചെയ്തത്. യാത്രക്കാരനായി വരുന്ന തങ്ങൾ ബഹുമാനപ്പെട്ടവർക്ക് നോമ്പ് നിർബന്ധമില്ല, അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ ഭക്ഷണം കഴിച്ചത് എന്ന് പറയുന്ന ഭാഗം കട്ടുവെച്ചിട്ടല്ലേ നൗഷാദ് വായിച്ചത്? നൗഷാദിന്റെ വായന കേൾക്കൂ. ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബിസ്വാമി റളിയല്ലാഹു അൻഹു ബിസ്വാമിയിലേക്ക് വന്ന സംഭവം, മഹാനവറുകൾ നാട് കടത്തപ്പെട്ടു. അങ്ങനെയൊക്കെ സംഭവം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിനുശേഷം അപ്പറഞ്ഞ കാലിയാരി മരിച്ചു. കാലിയാരി മരിച്ചപ്പോൾ മഹാനവറുകൾ ബിസ്വാമിയിലേക്ക് തിരിച്ചു വന്നു. ബിസ്വാമിലെത്തിയപ്പോൾ നാട്ടുകാരെല്ലാവരും കൂടി എന്തുണ്ടായി എന്നറിയോ? അബൂ യസീദ് റളിയല്ലാഹു അൻഹു അന്ന മുറാഅത്തൻ നാസി വമുലാഖാതിഹിം തംനഉ അനിൽ ഹഖ്. പടച്ചോനെ, ആളുകളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ശല്യം ചെയ്താൽ നമുക്ക് ഇബാദത്ത് നടക്കൂല എന്ന് മനസ്സിലാക്കി അബൂ യസീദ് അൽ ബിസ്വാമി തങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ? റമദാനിലാണ് ഫഅഖദ റഗീഫൻ, പത്തിരി ഇങ്ങോട്ടെടുത്തു. വസ്തഗല ബിൽ അഖിൽ വകാന ഫീ റമദാൻ, റമദാനിന്റെ പകലിലാണ് അബൂ യസീദ് അൽ ബിസ്വാമി റളിയല്ലാഹു അൻഹു പത്തിരി എടുത്ത് നിന്നാൻ തുടങ്ങി.
പിന്നെ അപ്പോഴേക്ക് ചില ആള് കണ്ടോ, ഞാനിതാ പറഞ്ഞു മൂപ്പര് ശരിയല്ലെന്ന് അന്ന് കാദിയാര് പറഞ്ഞു, കാദിയാരുടെ ദീർഘവീക്ഷണമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ അവര് തിന്നാൻ തുടങ്ങിയില്ലേ? റമദാനിന്റെ പകലിൽ നമ്മുടെ കാദിയാര് മരിച്ചുപോയ മൂപ്പർ ഇങ്ങോട്ട് തന്നെ വന്ന് അക്കാദി അന്നേ എഴുതി വെച്ച് കുറെ മുമ്പ് ചൂഷണം ചെയ്യപ്പെടുന്ന ആത്മീയത എന്ന CD ഇറക്കിയപ്പോ കാദി അന്നേ പറഞ്ഞു മൂപ്പർ ശരിയല്ല. ഇപ്പൊ മനസ്സിലായില്ല ഈ കാദി ശരിയല്ല? സഹോദരങ്ങളെ, അബൂ യസീദുൽ ബിസ്താമി തങ്ങളെ കഥ പറയുമ്പോ അതും കൂടി കൂട്ടിച്ചേർത്ത് പറ. അപ്പൊ നിങ്ങളെ ശരീഅത്ത് എവിടെ പോയി? കണ്ടില്ലേ, ശരീഅത്ത് എവിടെ പോയി? ശരീഅത്ത് ബാധകമല്ല എന്ന് പറയാൻ അബൂ യസീദുൽ ബിസ്താമി തങ്ങളുടെ പേരിൽ നടത്തിയത് ഭീകരമായ കളവല്ലേ മൗലവി? ധൈര്യമുണ്ടോ ആ കിതാബ് വായിച്ചിട്ട് ഇങ്ങനെ താങ്കൾ വായിച്ചതുപോലെയാണ് കിതാബിലുള്ളത് എന്ന് തെളിയിക്കാൻ നൗഷാദിന് ധൈര്യമുണ്ടോ? അല്ലേ? എന്ത് വലിയ കബളിപ്പിക്കലാ നടത്തിയത്. നോക്കി നിങ്ങൾ, ആ കിതാബില് നൗഷാദ് കട്ടഭാഗം പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ബഹുമാനപ്പെട്ടവരെയും അബൂ യസീദ് ബിൻ ബിസ്താമി റളിയല്ലാഹു അൻഹു അവിടെ എത്തി. വക്കാന ഫി റമദാന, ബഹുമാനപ്പെട്ടവര് ഒരു റൊട്ടി കഷ്ണം കടിച്ചു. എന്തായിരുന്നു കഴിക്കാനുള്ള കാരണം? ശരീഅത്തിന് വിരുദ്ധമായി ചെയ്തതല്ല. വഖസദ അർറുഖ്സത ബിദാലിക, ബഹുമാനപ്പെട്ടവര് റുഖ്സ ഉദ്ദേശിച്ചുകൊണ്ടാണ് കഴിച്ചത്. എന്ന് പറഞ്ഞാൽ യാത്രക്കാരനായ മറ്റൊരു നാട്ടിൽ നിന്ന് വരികയാണ്. ദീർഘമായ യാത്ര ചെയ്യുന്ന യാത്രക്കാരന് നോമ്പ് നിർബന്ധമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നോമ്പ് നിർബന്ധമില്ലാത്ത സ്ഥിതിയിലാണ് അബൂ യസീദുൽ ബിസ്താമി തങ്ങളുള്ളത്. അതുകൊണ്ടാണ് അവിടുന്ന് ഭക്ഷണം കഴിച്ചത് എന്ന് പറയുന്ന ഭാഗം എന്തേ കട്ടത് മൗലവി? ആർക്ക് വേണ്ടിയാ കട്ടത്? ഈ ശരീഅത്തുൽ ഇസ്ലാമിനെ നശിപ്പിച്ച് മുസ്ലിമീങ്ങളെ മുഴുവനും വിശ്വാസത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമെന്ന് താങ്കൾ ആരുടെ കയ്യിൽ നിന്ന് ഏറ്റെടുത്ത ഡ്യൂട്ടിയാണ്. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം പറയുമ്പോൾ മർമ്മപ്രധാനമായ ഈ ഭാഗം കട്ടിട്ടല്ലേ നൗഷാദേ നീ വായിച്ചത്? അല്ലേ? ധൈര്യമുണ്ടോ ആ ഭാഗം ഇല്ലാത്ത ഒരു കിതാബുണ്ടെന്ന് കാണിക്കാൻ? ധൈര്യമുണ്ടോ? അല്ലേ? ഇങ്ങനത്തെ ഭീകരമായ അട്ടിമറികൾ നടത്തിയവനാണ് നൗഷാദ്. ഈ അട്ടിമറിയെക്കുറിച്ച് നമ്മൾ നിരന്തരം ചോദിച്ചിട്ട് അതിന് മറുപടി പറയാത്ത നൗഷാദ് ഇപ്പൊ വേറെ ചില വിഷയത്തിൽ കടിച്ചു തൂങ്ങിയിട്ട് രക്ഷപ്പെടാമെന്ന ഒരു ധാരണ നൗഷാദ് മൗലവിക്കുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ പോകുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ലേ? ഔലിയാക്കളുടെ പേരിൽ എന്ത് തോന്നിവാസവും പറയാനും അവരുടെ പേരിൽ ഏത് കളവുകൾ പറയാനും ഒരു നാണവും മാനവുമില്ലാത്ത ഖൗമ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇത് ചില്ലറ വിഷയമാണോ? അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ഔലിയാക്കളിൽ പ്രമുഖനായ മഹാനല്ലേ? ആ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹും ശിഷ്യന്മാരും ഒരു ഷെയ്ഖുണ്ട് എന്ന് പറഞ്ഞത് കേട്ടതനുസരിച്ച് അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം ആ ഷെയ്ഖാണെന്ന് പറയപ്പെടുന്ന ആള് മുൻഭാഗത്തേക്ക് തുപ്പിയപ്പോൾ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നടന്നു. അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചില്ല. ശിഷ്യന്മാർ ചോദിച്ചു, എന്തേ ഉസ്താദേ, അദ്ദേഹത്തെ കാണുന്നില്ലേ? അപ്പോൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു അദബുണ്ട് ശരീഅത്തിൽ. അത് വലതുഭാഗത്തേക്ക് മുന്നിലേക്ക് തുപ്പരുത്, ഇടതുഭാഗത്ത് തുപ്പാൻ സൗകര്യമുണ്ടെങ്കിൽ. പക്ഷേ അദ്ദേഹം ആ അദബ് പാലിച്ചിട്ടില്ല. ശരീഅത്തിൻ്റെ ഒരു കറാഹത്ത്, ശരീഅത്തിൻ്റെ ഒരു ഹുക്മ്, ഹറാമായ ഹുക്മ് ചെയ്തിട്ടില്ല, ഒരു ഫർള് ഒഴിവാക്കിയിട്ടില്ല. പിന്നെയോ ശരീഅത്ത് കറാഹത്തായി പഠിപ്പിച്ച ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്തപ്പോൾ അദ്ദേഹം ഷെയ്ഖാകാൻ പറ്റൂല, അദ്ദേഹത്തെ കാണേണ്ടതില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നടന്ന മഹാനാണ് ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു. ആ മഹാനവറുകളെ സംബന്ധിച്ചാ പറയുന്നത്, റമദാനിൽ ബഹുമാനപ്പെട്ടവരെ ശരീഅത്തിന് വിരുദ്ധമായി ഭക്ഷണം കഴിച്ചു. മൗലവി, എന്ത് തോന്നിവാസമാണിത്? അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ പേരിൽ താങ്കൾ നടത്തിയ ഈ കളവ് എത്രമാത്രം ഭീകരമായ കളവാണ്! ഈ കളവ് എവിടെയാണ്, ഏത് കിതാബിലാണുള്ളത് എന്ന് നമ്മൾ ആവർത്തിച്ച് ചോദിച്ചിട്ട് എന്തേ നൗഷാദെ ഇതുവരെ ആ കിതാബ് പറയാതെ പോയത്? എന്തേ ഈ കിതാബ് പറയാതെ പോയത്? എത്ര കൊല്ലമായി ഇത് പ്രസംഗിച്ചിട്ട്? ഈ മഹാബദ്ധം പറഞ്ഞിട്ട് എത്ര കൊല്ലമായി? ഈ കിതാബ് മറച്ചു വെച്ചിട്ട് അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ പരിഹസിക്കുവാൻ, നിസ്സാരപ്പെടുത്തുവാൻ താങ്കൾ ഈ ചെയ്ത തോന്നിവാസത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? എവിടെയാ ഇബാറത്ത്? കാണിക്കൂ, ഇബാറത്ത് കാണിക്കൂ. എൻ്റെ 9ാമത്തെ ചോദ്യമാണ്. 9ാമത്തെ ഇബാറത്ത് ഞാനിപ്പോൾ ചോദിച്ചത്. അതുകൊണ്ട് ഇനി അടുത്തത് എവിടെയാണ് നിങ്ങളെ ചട്ടിങ്കലവും കൊണ്ടുപോയി വെക്കുന്നത്? അവിടെ നിന്ന് പറഞ്ഞോളണം. എൻ്റെ ഈ 9 ചോദ്യത്തിനും 9 ഇബാറത്തുകളും കൊണ്ടുവരണം. അല്ലാതെ കാളമൂത്ര പ്രസംഗം നടത്തിയത് കൊണ്ട് കാര്യമില്ല. ആളുകളെ പൊട്ടീസാക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്.
അവിടെയുള്ള ഒരു 4-5 ആളുകൾക്ക് താങ്കളുടെ ഈ പൊട്ടിയസാക്കലും കാളമൂത്ര പ്രസംഗവും തിരിച്ചറിയില്ല എന്ന് കരുതി മറ്റുള്ളവർക്ക് അത് അങ്ങനെയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇനി പറയട്ടെ, മഹാനായ ഇമാം നവവി തങ്ങളുടെ ബുസ്താനുൽ ആരിഫീന്റെ പേരിൽ ഈ മൗലവി വലിയ ഒരു കളവ് നടത്തി. എന്താണ് ഇതുപോലത്തെ ഒരു കളവ്? എന്താണത്? ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ, അവിടുത്തെ കിതാബിന്റെ പേരിൽ, ആ കിതാബിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇതുപോലെ കട്ടുവെച്ചു. എന്നിട്ട് വായിച്ചു. എന്ത് പറയാൻ? ശൈഖന്മാർക്ക് തക്ലീഫുള്ള സമയത്ത് ശരീഅത്ത് ബാധകമല്ല എന്നാണ് ഇവരുടെ വാദം. ഈ കള്ളവാദത്തിന് തെളിവുണ്ടാക്കണം ഔലിയാക്കളുടെ പേര് പറഞ്ഞിട്ട്. അതിനു വേണ്ടി ചെയ്യുന്ന തോന്നിവാസം കണ്ടോ നിങ്ങൾ? കിതാബിലുള്ള ഭാഗം മറച്ചിട്ട് ഇവർക്കാവശ്യമായ ഭാഗം വായിക്കുക. ഇതല്ലേ ചെയ്യുന്നത്? അപ്പോ ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങളുടെ കിതാബിന്റെ പേരിൽ നടത്തിയ തട്ടിപ്പ് നൗഷാദ് ആദ്യം പറയട്ടെ. നബവി ഇമാമിന്റെ ബുസ്താനുൽ ആരിഫീൻ, ഇതിൽ കാണാൻ ഒരു സംഭവം, ഞാനത് വിശദീകരിച്ച് പറയുന്നില്ല. ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്. മഹാനവറുകൾ പറയുന്നു, ഞാൻ ബഹുമാനപ്പെട്ട അബുൽ ഖൈറു തൈനാത്തി തങ്ങളെ കാണാൻ പോയി. അബുൽ ഖൈറു തൈനാത്തി തങ്ങളെ കൂടെ ആയിരുന്നു എനിക്ക് ആദ്യമായിട്ട് ചെന്നപ്പോൾ മഗ്രിബ് നിസ്കരിക്കാനുള്ള അവസരം കിട്ടി. അബുൽ ഖൈറു തൈനാത്തി തങ്ങൾ സൂഫികളിൽ മഹാനാണ്. അവര് മഗ്രിബ് നിസ്കരിക്കാൻ തുടങ്ങി. ഫലം യഖ്റഇൽ ഫാത്തിഹ, അന്നത്തെ നിസ്കാരത്തിൽ ഫാത്തിഹ തന്നെ ഓതിയില്ല. നിസ്കരിക്കാനില്ല, നിസ്കരിച്ചു നോക്കുമ്പോ ഫാത്തിഹയില്ല. കണ്ടോ നിങ്ങള്? എത്ര വലിയ അബദ്ധാണ് നൗഷാദ് കട്ടുവെച്ച ഭാഗം. സ്ക്രീനിൽ നോക്കിക്കോ, നൗഷാദ് കട്ടുവെച്ച ഭാഗം എത്ര വലിയ കളവാ പറയുന്നത്. നോക്കൂ ബഹുമാനപ്പെട്ടവര്, ഫലം യഖ്റഇൽ ഫാത്തിഹ, ബഹുമാനപ്പെട്ടവർ നിസ്കരിച്ചപ്പോൾ ഫാത്തിഹ ഓതിയില്ലാന്ന് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചതല്ലേ. നിസ്കാരത്തിന്റെ 14 ഫർളുകളിൽപ്പെട്ട ഒരു ഫർളാണ് സൂറത്തുൽ ഫാത്തിഹ ഓതുക. സൂറത്തുൽ ഫാത്തിഹ ഓതാത്തവന്റെ നിസ്കാരം ബാത്വിലാണ്. ഔലിയാക്കൾ മുക്കല്ലഫായിരിക്കെ ഈ നിയമങ്ങളൊക്കെ പാലിക്കാൻ അവരും ബാധ്യസ്ഥരാണ്. എന്നാൽ ഒരു വലിയനെ കുറിച്ച് പറയാണ്, ആ വലിയ നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ ഓതിയില്ല. സുബ്ഹാനല്ലാഹ്, കളവല്ലേ. ഫലം യഖ്റഇൽ ഫാത്തിഹ എന്ന് വായിച്ചിട്ട് അതിൻ്റെ തൊട്ടടുത്ത വാചകം കട്ടു. നൗഷാദ് കട്ടു, കളവ് നടത്തി, പാച്ച കളവ് നടത്തി. കിതാബിൽ ഈ വിധം കളവ് നടത്തിയ കള്ളന്മാരാരാണ്? എത്ര വലിയ കളവാ നടത്തിയത്. നൗഷാദ് ഫലം യഖ്റഇൽ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് പിന്നെ മുസ്തവിയൻ എന്ന് വായിച്ചില്ല. ബഹുമാനപ്പെട്ട ആ ഇമാ ശൈഖവറുകൾക്ക് ശരിയായ രൂപത്തിൽ ഓതാനുള്ള പ്രയാസമുണ്ട്, വിക്കിൻ്റെ പ്രശ്നമുണ്ട്. ആ മഹാനവറുകൾ മുസ്തവിയൻ, അതായത് ശരിയായി നോർമലായി ഒരു മനുഷ്യൻ പാരായണം ചെയ്യുന്നത് പോലെ ഓതിയില്ല എന്നാ പറഞ്ഞത്. അപ്പോൾ ഒരാളുടെ കഴിവിൻ്റെ പരിമിതിയാണല്ലോ, കഴിവനുസരിച്ചാണല്ലോ ഓതേണ്ടത്. വിക്കുള്ളവൻ ഖുർആൻ പാരായണം ചെയ്യുന്നതും അല്ലാത്തവൻ ഖുർആൻ പാരായണം ചെയ്യുന്നതും, കൈ വിറക്കുന്നവൻ നിസ്കരിക്കുമ്പോൾ അവൻ്റെ കൈ ഇങ്ങനെ വറച്ചു കൊടുക്കും എന്ന് കരുതി ആ അസുഖമില്ലാത്തവന് കൈ ഇങ്ങനെ ഇളക്കാൻ പറ്റുമോ? ഇല്ല. അസുഖമില്ലാത്തവനെ ഇളക്കി 3 പ്രാവശ്യം ഇളക്കിയാൽ നിസ്കാരം ബാത്തിലാവും. എന്നാൽ ഇതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്ന അസുഖമുള്ളവന് അവൻ്റെ കൈ ഇങ്ങനെ ഇളകിയത് കൊണ്ട് അവൻ്റെ നിസ്കാരം ബാത്തിലാകുന്നില്ല. അപ്പോൾ ശാരീരികമായ ഒരു പരിമിതിയുള്ളവൻ്റെ നിസ്കാരം പോലെയല്ല പരിമിതിയില്ലാത്തവൻ. അങ്ങനെയുള്ള സംഭവം വിവരിക്കുമ്പോൾ അതിൻ്റെ മർമ്മപ്രധാനമാണ് കട്ട്. കളവ് നടത്തി അല്ലേ നൗഷാദേ? കളവ് നടത്തിയില്ലേ? ഈ കിതാബിൽ ബുസ്താനുൽ ആരിഫീനിൽ ഇങ്ങനെ കിതാബ് കട്ട് വായിച്ചിട്ട് ഇമാമുകളുടെ പേരിൽ കളവ് പറഞ്ഞില്ലേ? ആ ഇബാറത്ത് തെളിയിക്കാൻ ധൈര്യമുണ്ടോ? 10 ഇബാറത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. 10 ഇബാറത്ത്. മനസ്സിലായോ? താങ്കൾക്ക് ആ കൂടാരത്തിലിരുന്നു കൊണ്ട് എന്തെങ്കിലും വിവരക്കേട് അവർക്കിടയിൽ പറഞ്ഞോളും. അല്ലാതെ സുന്നത്ത് ജമാഅത്തിന്റെ മുമ്പിലേക്ക് വന്നാൽ വിടില്ല എന്ന് നൗഷാദിനെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇല്ലാത്ത ഏതെങ്കിലും കളവുകൾ പറഞ്ഞ് കൂടെയുള്ളവരെ പൊട്ടിച്ചിരിപ്പിച്ച് അങ്ങനെ മുന്നോട്ട് പോകാമെന്ന് മൗലവി ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് മൗഢ്യമാണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ കിതാബുകളിൽ എത്ര കളവുകൾ നടത്തി, എത്ര കിതാബ് കട്ടുവായിച്ചു. ഇനി കഴിഞ്ഞോ? കഴിഞ്ഞില്ല. ബഹുമാനപ്പെട്ട ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹുവിൻ്റെ നസീഹത്തുൽ ലബീബുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ നേരത്തെ വായിച്ചില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, നസീഹത്തുൽ ലബീബിൽ ഒരു വലിയ കളവ്, വഞ്ചന ഈ മൗലവി നടത്തി. എന്താണത്? ഈ മൗലവിൻ്റെ വാദം ലോകത്ത് ഒരു ഇമാമും പറയാത്ത വാദമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? എന്തായിരുന്നു അത്? പിശാച്ച് വന്നിട്ട് അന റസൂലുള്ളാഹി എന്ന് കളവാണ് പറയലോടുകൂടെ പിശാച്ചിനെ റസൂലായി അംഗീകരിക്കണം എന്ന് മൗലവി വാദിച്ചപ്പോൾ അതിന് ഒരു ഇമാമിൻ്റെയും കിതാബിൻ്റെ രേഖയില്ല.
അതിന് നസീഹത്തുൽ ലബീബിൽ ഞങ്ങൾ പറയുന്നത് പോലെയുണ്ട് എന്ന് കളവ് പറഞ്ഞു മൗലവി. എന്നാൽ ആ നസീഹത്തുൽ ലബീബിന്റെ വിശദമായ ചർച്ചകൾ നടന്നു. അപ്പോൾ മൗലവി ഒരു വലിയ കളവ് അതിൻ്റെ പേരിൽ പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് അതൊരു കാരണമാക്കി അതൊരു വാലായി പിടിച്ച് മൗലവി തൻ്റെ കളവ് ആവർത്തിക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു നസീഹത്തുൽ ലബീബിൻ്റെ മഖ്തൂത്ത് അതിൻ്റെ കയ്യെഴുത്ത് പ്രതി ഒറിജിനൽ കയ്യെഴുത്ത് പ്രതി ഹാജരാക്കി. എന്നിട്ടോ ഹാജരാക്കിയിട്ട് മൗലവിൻ്റെ വാദം പൂർണ്ണമായും പരാജയപ്പെടുത്തി. അപ്പം മൗലവി നടത്തിയ വെല്ലുവിളിയുണ്ട്, അത് കേൾക്കി. നിങ്ങൾ ആ പറഞ്ഞ കോപ്പി ഉണ്ടെങ്കിൽ കൊണ്ടുവാ. അപ്പൊ ഞാൻ അടുത്തത് പറയാ. നിങ്ങൾ അങ്ങനെ വിടാൻ കണ്ടിട്ടില്ല. ഇതിനെത്ര മഖ്തൂത്തുണ്ടെന്നും എവിടെയൊക്കെയുണ്ട് ഇതിന്റെ കയ്യെഴുത്ത് പ്രതിയെന്നും ഇതിന്റെ ആധികാരികത എന്തെന്നും മുഴുവനും പഠിച്ച് ഞങ്ങളെ മശായിഖന്മാർ പറഞ്ഞു തന്നതിന്റെ ശേഷമാണ് ഈ കിതാബ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് എവിടെയാണോ ആ കോപ്പി? മശായിഖന്മാർ പറഞ്ഞു തന്നു എന്ന് പറയുന്ന ആ ജാഹിലീങ്ങൾ പറഞ്ഞു തന്നിട്ട് എവിടെയാണ് ആ കോപ്പി? ഞങ്ങൾ കാണിച്ചില്ലേ? നസീഹത്തുൽ ലബീബിന്റെ മഖ്തൂത്ത് കാണിച്ചില്ലേ? ഞങ്ങൾ കൊണ്ടുവന്നില്ലേ? കൊണ്ടുവന്നതിൽ താങ്കൾ പറയുന്നത് പോലെ അതിൽ ഇന്തഹ ഇല്ലാത്ത കോപ്പി ഞങ്ങൾ കാണിച്ചിട്ട് എന്തേ ഇന്ന് വരെ താങ്കളുടെ ആ കോപ്പി താങ്കളുടെ മശായിഖന്മാർ പറഞ്ഞു എന്ന് പറയുന്ന കോപ്പി എവിടെ പോയി നൗഷാദേ? ആ കോപ്പി കൊണ്ടുവരൂ. അപ്പൊ അടുത്ത കോപ്പി ഞാനും നിങ്ങളെന്താ മനസ്സിലാക്കിയത്? മഖ്തൂത്തായ കോപ്പി ഉണ്ട് കുറച്ച് പറയാൻ. അതൊക്കെ ഇതിന്റെ ആമുഖത്തിലും പറഞ്ഞിട്ടുണ്ട്. അയ്യാതി ഉമ്മാക്കി കാട്ടിയൊന്ന് ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട എന്നാണോ ഇനി കൊണ്ടുവരുന്നത്? മഖ്തൂത്തായ കോപ്പി കൊണ്ടുവന്നാൽ, ഇന്തഹയില്ലാത്ത കോപ്പി കൊണ്ടുവന്നാൽ അടുത്ത കോപ്പി ഞാനും കൊണ്ടുവരും എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് എവിടെയാ മൗലവി? ആ കോപ്പി എവിടെ? ഇനി എന്താ കൊണ്ടുവരിക? എത്ര കൊല്ലമായി ഇങ്ങനെയുള്ള മഹാബദ്ധങ്ങൾ, പച്ചക്കളവുകൾ? ഒരു കിതാബ് ഒരുമിച്ചിട്ടാണ് പറയുന്നത്. കിതാബിൻ്റെ മഖ്തൂത്ത് ഒരുമിച്ചിട്ട് കളവ് പറയാം. എന്നിട്ട് ആ കളവ് പറയുമ്പോൾ അടുത്ത കോപ്പി ഞാൻ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് മൈക്കിൻ്റെ മുമ്പിൽ വന്ന് അലറി വിളിക്കുമ്പോൾ അവിടെയുള്ള സാധുക്കൾ ഈ പറഞ്ഞത് ശരി തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അല്ലാഹു അക്ബർ. എന്നിട്ട് എവിടെ കോപ്പി? കൊല്ലം 1 കഴിഞ്ഞു. എവിടെയാ മൗലവി കോപ്പി? ആ മഖ്തൂത്ത് എവിടെ? അൾജീരിയയിൽ നിന്ന് കോപ്പി വരുന്നു എന്ന് പറഞ്ഞിട്ട് കാലം എത്രയായി? ഫ്ലൈറ്റ് എവിടെ? ഇങ്ങനെയുള്ള വലിയ വലിയ ഭീമൻ അബദ്ധങ്ങൾ കിതാബുകളുടെ പേരിൽ, മഹാന്മാരുടെ പേരിൽ പറഞ്ഞ് ശീലമുള്ളവനാണ് നൗഷാദ്. അവൻ്റെ ജീവിതം തന്നെ കളവാണ്, അവൻ്റെ ശൈലി തന്നെ കളവാണ്. 1 മണിക്കൂർ പ്രസംഗിച്ചാൽ ഇതുപോലെ ഒരുപാട് കളവുകൾ പറയും. അങ്ങനെ കളവ് പറഞ്ഞ് ശീലിച്ച മൗലവി സ്വന്തം പോലെ തന്നെയാണ് മറ്റുള്ളവരും എന്ന് മനുഷ്യൻ ധരിക്കുന്നത് സ്വാഭാവികമാണ്. അപ്പൊ നമ്മൾ അതുപോലെ കളവ് നടത്തുന്നവരാണെന്ന് ഈ മൗലവി ധരിക്കുകയാണ്. അപ്പൊ മൗലവി അങ്ങനെയുള്ള ഉമ്മാക്കി കാണിച്ച് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പ്രവർത്തകരുടെ മുമ്പിൽ താങ്കൾക്ക് എന്തെങ്കിലും ഒന്ന് നേടിക്കളയാം എന്ന ഒരു ധാരണ വേണ്ടതില്ല എന്ന് ഞാൻ ഇവിടെ അസന്നിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണത്? ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവായിരുന്ന വൈലത്തൂര് തങ്ങളുപ്പാപ്പ അള്ളാഹു ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ജീവിതകാലത്ത് മുഴുവനും ഈ പ്രസ്ഥാനത്തെ നെഞ്ചേറ്റിയ, ഈ പ്രസ്ഥാനത്തിൻ്റെ വലിയ നേതാവായിരുന്നു. നമ്മുടെ എല്ലാം മത്സ ആയിരുന്നു, അഭയമായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ വഫാത്തായ ശേഷം ആ മഹാനായ തങ്ങളുപ്പാപ്പയുടെ വ്യക്തിത്വത്തെ ഇടിച്ചു താഴ്ത്തി അവിടുത്തെ വിശ്വസ്തതയെ ചോദ്യം ചെയ്ത് അവിടുന്ന് ഒരു കാപ്പട്യമുള്ള ആളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഈ കപടന്മാർ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയുടെ പേരിൽ ഫോൺ കോളുകൾ നിർമ്മിച്ചുണ്ടാക്കി കൊണ്ടുവന്നു. തങ്ങളുപ്പാപ്പ വിളിക്കുകയാണ്, ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾക്കെതിരെ ഇവനോട് കുറ്റം പറയുകയാണ്, ഈ പ്രസ്ഥാനത്തെ കുറ്റപ്പെടുത്തുകയാണ്. ജീവിതകാലത്തതൊന്നും ഒരാളോടും പറയാത്ത തങ്ങളുപ്പാപ്പ, സ്വന്തം മക്കളോട് പോലും പറയാത്തത് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയുടെ പേരിൽ വ്യാജം നിർമ്മിച്ചുണ്ടാക്കി. അപ്പം നമ്മൾ പറഞ്ഞു, മൗലവി ഇക്കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഫോൺ കോൾ ഉണ്ടാക്കുക എന്നുള്ളത് ആർക്കും കഴിയും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു രൂപം ഞാൻ കാണിച്ചു കൊടുത്തു. അതോടുകൂടെ മൗലവിയുടെ ഫോൺ കോൾ പൂതിയാണ് കിട്ടും. ഇനി ഇതാരാ വിശ്വസിക്കാം? നിഷ്കളങ്കരായ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിരുന്നു. നൗഷാദ് അങ്ങനെ പല സ്ഥലത്തും വൈലത്തൂരിലും അവിടെയും ഇവിടെയുമൊക്കെ ഇതുപോലെ ഫോൺ കോൾ ഇട്ടപ്പോൾ പലരും തെറ്റിദ്ധരിച്ചു, ബേജാറായി. പടച്ചോനെ, തങ്ങളുപ്പാപ്പാൻ്റെ വോയിസല്ലേ അത്,
തങ്ങളുപ്പാപ്പ നമ്മുടെ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി പ്രത്യക്ഷമായി നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ കൂടെയാണ്, എന്നാൽ രഹസ്യമായി പ്രസ്ഥാനത്തിൻ്റെ ശത്രുക്കളുടെ കൂടെയാണോ? ദിൽവജിഹൈനി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് മുഖം കാണിക്കുന്ന ആളുകളെ ശപിച്ചിട്ടുണ്ട്, ആ ഗണത്തിൽ പെട്ടുപോകും എന്ന് തങ്ങളുപ്പാപ്പയുടെ പേരിൽ അങ്ങനെ ഒരു ആരോപം വരുത്തി തീർക്കാൻ വേണ്ടിയല്ലേ നൗഷാദ് ഇനി അത് കൊണ്ടുവന്നത്? അപ്പോൾ നമ്മുടെ പ്രവർത്തകർ ബേജാറായി, എന്താണ് ഇതിൻ്റെ വസ്തുത? നമ്മൾ പറഞ്ഞു ഒരു ബേജാറും വേണ്ട, ഈ AI-ൻ്റെ കാലഘട്ടത്തിൽ ഈ ഓഡിയോ കോൾ എന്നല്ല വീഡിയോ കോൾ വരെ വ്യാജമായി നിർമ്മിക്കാൻ കഴിയും. അതിൻ്റെ ഒരു സാമ്പിൾ നമ്മളിവിടെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ആളുകൾക്കൊക്കെ സന്തോഷമായി, അൽഹംദുലില്ലാ. ഇതാണ് നൗഷാദിൻ്റെ പണി. അപ്പം ഇങ്ങനെ മഹാന്മാരായ നമ്മുടെ നേതാക്കളുടെ പേരിൽ, ഔലിയാക്കളുടെ പേരിൽ തന്നെയും മൗലവി കാണിച്ച കളവുകൾ ഞാൻ കാണിച്ചെന്നില്ലേ? അബൂ യസീദുൽ ബിസ്താമി തങ്ങൾ ആരാണ്? ആ മഹാന്റെ പേരിലല്ലേ ആ കളവ് നടത്തിയത്? നബി ഇമാമിൻ്റെ പേരിലല്ലേ കളവ് നടത്തിയത്? ഇങ്ങനെ കളവുകൾ മാത്രം പറഞ്ഞ് ശീലിച്ച ഈ മൗലവി ഈ കളവുകൾക്കൊന്നും മറുപടി പറയാതെ വേറെ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയും എന്ന് ധരിക്കുന്നത് വലിയ വിഡ്ഢിത്തമാണ് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.